നമുക്ക് 2018 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. അപ്പോൾ നമ്മൾ അത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണം. 1:39 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ consider the following statements. In the first Lok Sabha, a single largest party in the opposition was Swatandra Party. So, correct fact. In the Lok Sabha, the leader of opposition was recognized for the first time in 1969. Okay, next. Which are the following leaf modifications occurs in the desert areas to inhibit water loss? Hard and vacillation. That's sure short. Another leaf. As per the NSSO 70 strong situation assessment survey of the agricultural households, consider the following statements. Rajasthan has highest percentage of share of agricultural households among rural households. Arilla, tight fact ആണ് അറിയില്ല. മൂന്ന് ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൂന്നൊന്നും അറിയില്ല. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. How is the National Green Tribunal is different from Central Pollution Control Board? Okay, difference between National Green Tribunal and Central Pollution Control Board ചോദിക്കുന്നു. നമുക്ക് ഓപ്ഷൻ വായിക്കാം. The National Green Tribunal has been established by an act, whereas the CPCB has been created by an executive order of the government. NGT ഒരു ആക്ട് ആണ്. ഓക്കെ, നമുക്കറിയാം. CPCB ഒരു എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദി ഗവൺമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സിക്യൂട്ടീവ് ഓർഡർ ഓഫ് ദി ഗവൺമെന്റ് ആണ് വഴിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആണോ CPCB നമുക്കറിയാം എന്താണ്, ഇത് വാട്ടർ ആക്ടിന് താഴെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ആക്ടിന് താഴെ വന്ന ഒരു ബോഡിയാണെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്, ഡെഫിനറ്റ് ഉറപ്പാണ്. The NGT provides environmental justice, okay, and helps to reduce the burden of litigation in the higher courts, whereas the CPCB promotes cleanliness of streams, wells, and aims to improve the quality of air in the country. Because നമുക്കറിയാം സ്ട്രീംസ് ആൻഡ് വെൽസ്, ഇത് CPCB വാട്ടർ ആക്ട് വഴി വന്നുകൊണ്ട് തന്നെ സ്ട്രീംസ് ആൻഡ് വെൽസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എന്താണ് എയർ ആക്ടിനും ഇത് പവർ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്വാളിറ്റി ഓഫ് എയർ ഇംപ്രൂവ് ചെയ്യും. ഇതെന്തായാലും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ 2 ശരിയാണ്, 1 തെറ്റാണ്. സോ ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. 2 ഓൺലി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നാലാമത്തെ ഉത്തരം B, 2 ഓൺലി ആണ്. സോ നമുക്ക് മാർക്ക് ചെയ്യാം 4 ആൻസർ ബോക്സ്. Next 5. Consider the following statements. The Parliament of India can place a particular law in the 9th schedule of the Constitution. Okay. Parliament of India can place a particular law in the 9th schedule of the Constitution. So, Parliament ne place ചെയ്യാൻ പറ്റില്ലേ? Parliament of India can place a particular law in അത് ശരിയാണ്. Okay. രണ്ടില്ല സ്റ്റെക്ക് ആവില്ല. Okay. അപ്പോൾ യൂസ് നോക്കാം. പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണ്. പാർലമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോ 9th ഷെഡ്യൂളിൽ വെക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദി വാലിഡിറ്റി ഓഫ് ലോ പ്ലേസ്ഡ് ഇൻ ദി 9th ഷെഡ്യൂൾ കനോട്ട് ബി എക്സാമിൻഡ് ബൈ എനി കോർട്ട്. നോ ജഡ്ജ്മെന്റ് ക്യാൻ ബി മെയ്ഡ് ഓൺ ഇറ്റ്. അത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. സോ അത് ലീവ് ചെയ്യാം. അടുത്ത ആറാമത് നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസൈഡ് ദി മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്? മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്താണ്? സംടൈംസ് ഈ ന്യൂസിൽ ഇത് കേൾക്കാറുണ്ട്. The incentive is given to a bank to merchant for accepting payment through debit cards pertaining to that bank. പക്ഷേ ഇത് ഇത്ര ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. ഞാൻ അടുത്ത റൗണ്ടിലേക്ക് അറ്റംപ്റ്റ് ചെയ്യാം, കാരണം എനിക്കൊരു ഡെഫിനറ്റ് അറിയില്ല എന്താണ്. 7. What are the consequences of a country becoming the member of Nuclear Supplies Group? NSGയിൽ മെമ്പർ ആവുന്നതിന്റെ കോൺസിക്വൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. It will have access to latest and most efficient nuclear technology. ഉറപ്പില്ല, ഉള്ളത് ലീവിയാണ്. 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. സോ 8th ക്വസ്റ്റ്യനിൽ with reference to India's decision to levy on equalization tax, വലിയ ധാരണയില്ല, അപ്പോൾ അത് വിട്ടു. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. The Fiscal Responsibility and Budget Management Review Committee (FRBM) Review Committee report has recommended a debt to GDP ratio of 60% for central government, comprising 40%. ഭയങ്കര കുറച്ചും കൂടി ഫാക്ടർ ആയിട്ട് തോന്നുന്നതാണ്. സോ അത് ലീവ് ചെയ്യാണ്. അടുത്ത consider the quantity of imported edible oil is more than domestic production of edible oils in the last 5 years. ഇത് ധാരണയില്ല, അത് ലീവ് ചെയ്തു. കുറെ ക്വസ്റ്റ്യൻസ് അറിയില്ല, പേപ്പർ ഭയങ്കര ടഫ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ എന്തായാലും കുറെ ക്വസ്റ്റ്യൻസ് അറിയാത്തതുകൊണ്ട് കുറച്ച് ലീവ് ചെയ്യേണ്ട വേറെ വഴിയില്ല. He wrote the biographies of Mazzini, Garibaldi, Shivaji, Sri Krishna. Stayed in America for some time and was also elected to Central Assembly. ഒരു ഐഡിയ ഇല്ല, നമുക്ക് അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, ഓരോ അറിയില്ല, വിട്ടു. അടുത്ത് ആധാർ കാർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് citizenship or domicile. ഇത് പറ്റില്ല, ആധാർ അങ്ങനെ ഒരു പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. ഓക്കെ, അപ്പോൾ 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്യാം. വൺസ് ഇഷ്യൂഡ് ആധാർ നമ്പർ cannot be deactivated or omitted by the issuing authority. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, നമ്മൾ സ്കിപ്പ് ചെയ്യണം.
അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. Which of the following have shrunk immensely dried up in the past year? അറിയില്ല. Human activity. ഒരു രക്ഷയില്ല. RLC, vaccine, life vehicle ഒന്നും അറിയില്ല. Rule of law index. Rule of law index. ഇന്റർനാഷണൽ കോർട്ട് ഇല്ല. ഇവിടെ ചീറ്റി പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ് ഒരു ട്രിക്ക് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഇൻഡെക്സുകൾ പഠിക്കാറുണ്ട്. WF-ന്റെ പഠിക്കും, വേൾഡ് ബാങ്കിന്റെ പഠിക്കും, IMF-ന്റെ പഠിക്കും. അത് പഠിച്ചിട്ട് അത് വരുന്നുണ്ടോ നോക്കും. പക്ഷെ ഓപ്ഷനിലും ആ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഇത് ആരാന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ DV ആണ്. Which one of the following links all the ATMs in India? All the ATMs in India. Indian Bank Association. ഒരു അസോസിയേഷൻ ആണോ? അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കാം. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്. ഇത് കറക്റ്റ് അറിയില്ല. ഇതും കറക്റ്റ് കൊടുത്തില്ല. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയില്ല. കുറച്ച് ഉറപ്പില്ലാതാണ്. 16 നോക്കാം. ക്യാപിറ്റൽ അഡിക്കസി റേഷ്യോ. ഇത് അറിയാം. എന്താണ്? കാറാണ്. ക്യാപിറ്റൽ ടു റിസർവ് വേരിയബിൾ റിസർവ് അസസ് റേഷ്യോ. ഓക്കെ ഓക്കെ. അപ്പോ capital adequacy ratio is the amount that banks have to maintain in the form of their own funds to offset any loss that banks incur if the account holders fail to repay dues. Okay, അതായത് അതിന് കാറിന്റെ ഇതാണ് പറഞ്ഞത്. അതായത് എന്താണ്, ഒരു ക്യാപിറ്റൽ വേണ്ടി വരും. അതായത് കുറച്ച് റിസ്കി ലെൻഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ച് ക്യാപിറ്റൽ വേണം. കാരണം എന്താണ്, ഈ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സ് അത് റീപേ ചെയ്തില്ലെങ്കിൽ എന്താണ്, അവർക്ക് അത് നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. അത് കുറച്ച് നല്ല രീതിയിൽ വെക്കണം. അപ്പോൾ ഇത് അതിന്റെ കാറിന്റെ ഡെഫിനിഷൻ അവരൊന്ന് വേറെ തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധനം സെയിം തന്നെയാണ്. ഇത് ശരിയാണ്. CR is decided by each individual bank. അല്ല, each individual bank നമ്മൾ പറഞ്ഞു ഒരു ക്യാപിറ്റൽ ടു റിസ്ക് വെയിറ്റ് അസെറ്റ് റേഷ്യോ. അതാണ് കാറിന്റെ ഫുൾ ഫോം, ക്യാപിറ്റൽ ടു റിസ്ക് വെയിറ്റ് അസെറ്റ് റേഷ്യോ. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ക്യാപിറ്റൽ ഈ ഒരു റേഷ്യോ ഓരോ ബാങ്കും ഇൻഡിവിജ്വൽ ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ ഈ സ്റ്റേറ്റ്മെന്റിന്റെ പ്രത്യേകത ഉണ്ടല്ലോ. കാരണം ഇതെന്ന് പറഞ്ഞാൽ അറിയുന്നുണ്ട് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യണം, അവരുടെ ഓൺ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ്. ബാങ്ക് അതായത് അക്കൗണ്ട് ഹോൾഡേഴ്സ് റീപേ ചെയ്യാണ്ടിരിക്കുമ്പോൾ ബാങ്കിന് പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടി ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫണ്ടാണ്. അങ്ങനത്തെ ഒരു ഫണ്ട് ഓരോ ബാങ്കും ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം ഇല്ലല്ലോ, അത് ശരിയാവില്ല. അപ്പൊ എന്തായാലും ഈച്ച് ഇൻഡിവിജ്വൽ ബാങ്ക് അല്ല, എനിക്ക് തോന്നുന്നു RBI ആണ് ഇത് പറയാൻ തോന്നുന്നത്. എന്തായാലും ഈച്ച് ഇൻഡിവിജ്വൽ ബാങ്ക് അല്ല എന്നത് ഉറപ്പുള്ള കാര്യമാണ്. അത് നമുക്ക് എന്താണ് ലോജിക്കലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്തായാലും 1 ശരിയാണെന്ന് ഉറപ്പാണ്, പറ്റും എന്തായാലും തെറ്റാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് കിടക്കാം. 1 ഓൺലി ആണ് ആൻസർ. ഓക്കെ, 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഐഡന്റിറ്റി പ്ലാറ്റ്ഫോം ആധാർ പ്രൊവൈഡ്സ് ഓപ്പൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. അറിയില്ല, കേട്ടിട്ടേ ഇല്ല. അത് വിട്ടു. സോറി, ഇത് മാർക്ക് ചെയ്തില്ല. ഇത് മാർക്ക് ചെയ്യാൻ മറക്കരുത്. 16 ആൻസർ A ആണ്. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ വിട്ടുപോകും മാർക്ക് ചെയ്യാൻ. അത് അവസാനം ക്രോസ് ചെക്ക് ചെയ്യണം, പക്ഷെ മാർക്ക് ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി 17 അതറിയില്ല, അതുകൊണ്ട് വിട്ടു. 18 very recently which of the following countries have lakhs of people either suffered from severe famine, acute malnutrition or died due to starvation caused by war or ethnic conflicts. ethnic conflicts അങ്കോള, സാംബിയ എന്നതിൽ സംഭവിച്ചെന്ന കാര്യം വലിയ കൊടുത്തില്ല. ഓക്കെ, മൊറോക്കോ ആൻഡ് ട്യൂണീഷ്യയിലും വലിയ കൊടുത്തില്ല. വെനസ്വേല, കൊളംബിയ. വെനസ്വേലയിൽ അങ്ങനെ ഒരു വാറും എത്നിക് കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല, അനുസരിച്ച് എക്കണോമിക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ ഇതാവില്ലാന്നായിരിക്കും. യമൻ ആൻഡ് സൗത്ത് സുഡാൻ ഇത് കേട്ടിട്ടുള്ളതാണ്. ഇതന്നെയാണ് ഏറ്റവും ഉറപ്പ് വരുന്ന ഓപ്ഷൻ. കാരണം ഇത് പത്രത്തിൽ എപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നതാണ്. യമനിലും സൗത്ത് സുഡാനും ഭയങ്കര ഇഷ്യൂ കാരണം ഒരുപാട് ഈ വാർ കോൺഫ്ലിക്ട്സ് കാരണം കുറെ ഇഷ്യൂ ഉണ്ടാവുന്നത് കേട്ടിട്ടുള്ളതാണ്. സോ ഞാൻ ഇതന്നെ എടുക്കാൻ പോകുന്നു. സോ 18 ആൻസർ D ആണ്. 19 റിഗാർഡിംഗ് ഗുഡ്സ് ഡിസ്പാച്ച് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ. ഓക്കെ, അപ്പോൾ ഗുഡ്സ് ഡിസ്പാച്ചിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം. നോക്കിയോളാം. ഗ്രാൻസ് ഇൻ എയ്ഡ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ്. വലിയ ഐഡിയ അല്ല. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അറിയില്ല. അപ്പോൾ കുറച്ച് ഫാക്ച്വലാണ് വന്നത്, അപ്പോൾ അത് വിടാണ്. അടുത്തേക്ക് വരാം. വിത്ത് റെഫറൻസ് ടു ദി പാർലമെന്റ് ഓഫ് ഇത് ഫിനിഷ് ചെയ്യാം. ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് റിക്കമെൻഡഡ്. ഓൾ ലെവൽസ് എന്ന് പറയുന്നുണ്ട് ഇംഗ്ലീഷ്. ഇതെന്തായാലും അല്ല. കാരണം എന്താ വെച്ചാൽ ഗുഡ്സ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താണ് ഒരു വെർണാക്കുലർ എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് വളരെ ഫാക്ച്വലാ തോന്നി. പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും എന്താണ് ഒരു ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയല്ല, കാരണം നമുക്കറിയാം വെർണാക്കുലർ ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്യാൻ ഗുഡ്സ് ഡിസ്പാച്ച് വന്നു. അപ്പൊ ഇതിൽ ഓൾ ലെവലിൽ ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്യുന്നില്ല, ഹയർ ലെവൽസ് മാത്രമാണ് ഇംഗ്ലീഷ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. സോ ഇത് തെറ്റാം. സോ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. 19 ആൻസർ A ആണ്. ഓക്കെ, 20 ഇത്ര പ്രൊസീജിയർ പാർലമെന്റ് ഓഫ് ഇന്ത്യ. കുറെ വായിക്കാനുള്ള വീടാണ്. അടുത്ത് നോക്കാം. As per the Right to Education Act, to be eligible for appointment as a teacher in state, a person would be required to possess the minimum qualification laid down by the concerned state council of teacher education. ഇത് കറക്റ്റായിട്ട് അറിയില്ല.
As per the RT Act, the teaching primary classes candidate required to pass teacher eligibility test conducted in accordance with the National Council of Teachers Education Guidelines. ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. സോ ഇത് നീവിയാണ്. മോർ ദാൻ 90% എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറി ചെയ്യണമെന്ന് അറിയില്ല. അടുത്ത് നോക്കാം. കൺസിഡർ ദി ഫോളോയിങ് ട്രഡീഷണൽ ചാപ്ചർകുത്ത് ഫെസ്റ്റിവൽ. അപ്പോൾ കുറെ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ വിടുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, കാരണം അത് അറിയാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ടൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മൾ മാക്സിമം കൺവേർഷൻ റേറ്റ് ഹൈ ആക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, അടുത്ത് നോക്കാം. ചാപ്ചർകുത്ത് ഫെസ്റ്റിവൽ മിസോറാം, കോങ്ചോങ് പർവ വെള്ളാർ മണിപ്പൂർ. ഇതാണെന്ന് അറിയാം, കാരണം ഇതാണ് കുറെ ഈ ഒരു വാർ കോങ്ചോങ് വാറിനെ കുറിച്ച് ഒരുപാട് ആർട്ടിക്കിൾസ് വരികയും മണിപ്പൂരിൽ നടന്ന ഒരു വാറായിട്ട് ബന്ധപ്പെട്ട ഒരു വാറാണ്. ഇത് എന്തായാലും ആണെന്ന് എനിക്ക് ഉറപ്പാണ്. പിന്നെ എന്തായാലും ഉണ്ടെന്ന് പറയാണ്. പിന്നെ താങ്ത ഡാൻസ് സിക്കിം. താങ്ത ഡാൻസ് അല്ല, സിക്കിമിൽ അവിടെ ഒരു ഇതൊരു പെയിന്റിംഗ് ആണ്. സിക്കിം ഡാൻസ് മണിപ്പൂരിലാണ്. അത് നമ്മൾ എന്താക്കാൻ വേണ്ടി തന്നതാണ്. അത് തെറ്റാണ്, അത് ഉറപ്പുള്ള കാര്യമാണ്. സോ 3 eliminating 1 and 1. Okay, but 22 box answer. Okay, അടുത്ത നമുക്ക് നോക്കാം. 23. The Food Safety and Standards Act replaced the Prevention of Food Adulteration Act. അത് വലിയ ഉറപ്പില്ല നമ്മുടെ വീടാണ്. ഉദാഹരണം ചിലപ്പോൾ ആണെങ്കിൽ അറിയില്ല. പക്ഷേ ഫസ്റ്റ് റൗണ്ട് നമ്മൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പില്ലാതെ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പൊ ചിലത് ഞാൻ കേട്ടിട്ടില്ലെങ്കിൽ പോലും അത് വായിക്കാൻ പോലും നിൽക്കുന്നില്ല. അത് കിട്ടാനുള്ള തോന്നലുള്ള കാരണം ഒഴിവാക്കി അടുത്ത റൗണ്ടിൽ ചെയ്യുന്ന ധാരണയാണ്. ഓക്കെ, the terms two state solution. ഇത് നമുക്ക് അറിയാവുന്നതാണ്. 2 state solution ചൈന അല്ല, ഇസ്രായേലാണ് ആൻസർ. ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ 24 ആൻസർ ബോക്സ് ആണ്. ഇത് ഡയറക്റ്റ് ഹിറ്റ് ആണ്. അടുത്ത് 25 നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ചുള്ള ചോദ്യം. Provisions made under National Food Security Act 2013 consider the following statements. The families coming under BPL below poverty line only are eligible to receive subsidized food grains. ഇത് എല്ലാം നമുക്കറിയാം, കാരണം അങ്ങനെ ഇവര് മാത്രമല്ല APL കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. The eldest woman in household age 18 shall be head of the household for the purpose of insurance of national. ഇതാണ് തോന്നുന്നത് എൽഡസ്റ്റ് വുമൺ ആണ് എന്നാണ് ഒരു ധാരണ. പക്ഷെ അത് ഉറപ്പില്ലാതെ ഞാൻ ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, India enacted the geographical indications of goods registration and protection act 1990 in order to comply. അപ്പോൾ ഇത് വളരെ അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് ഇത് ഇതിന് താഴെ വരിക എന്നുള്ളത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്നതാണ്. നമുക്ക് നോക്കിയോളാം. IL അല്ല, ഇത് ഡയറക്റ്റ് ഹിറ്റ് ആണ്. WTO ആണ്. WTO ട്രിപ്സ് എഗ്രിമെന്റിലായിരിക്കും വരുന്നുണ്ടാവുക. കാരണം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്തരത്തിലുള്ള ഒരു പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതൊരു ഡയറക്റ്റ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഫാക്ട് ആണ്. കാരണം നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് പത്രത്തിലാണെങ്കിൽ ഒരുപാട് ന്യൂസ് വരും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ആക്ട് വരുന്ന WTO ഓർഗനൈസേഷൻ. ILOക്ക് താഴെ IMF എന്ന് പറഞ്ഞ ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രൈസ് നോക്കുന്ന ഓർഗനൈസേഷൻ ആണ്. അത് വരില്ല. ILO ലേബർ ഇഷ്യൂസ് ആണ്. സോ ഇതും വരില്ല. UNCTAD ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇത് ഒബ്വിയസ് ആയിട്ട് അറിയാവുന്ന ഒരു ഫാക്ട് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ മണ്ടേറ്റ് വെച്ച് നോക്കിയാൽ കിട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ WTO ആൻസർ എന്താണ്? ഡോഗ് ആണ്. In India, state governments do not have the power to auction non-coal mines. അറിയില്ല, ഉറപ്പില്ല. ആന്ധ്രാപ്രദേശിൽ ജാർഖണ്ഡ് do not have gold mines. അത് ഉറപ്പില്ല. രാജസ്ഥാൻ has iron ore mines. അതിന് വലിയ ഉറപ്പില്ല. സ്കിപ്പ് ചെയ്തു. With reference to digital payments, consider the following statement. BHIM app allow users to transfer money to anyone with the UPI and out bank accounts. അറിയില്ല, anyone ആണോ അറിയില്ല. അത് ഡൗട്ട് ഉണ്ട്. രണ്ട് ഓപ്ഷൻ ആണ്. അത് ഡൗട്ട് ആണ്. Among the following cities, which one lies a longitude closest to that of Delhi? Longitude closest. ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, പൂനെ. ഇതെല്ലാം ഏകദേശം വലിയ ഉറപ്പില്ല. അടുത്ത റൗണ്ട് ചെയ്യാം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കൺവെൻഷൻ 138 and 192 are related to. ഇത് പത്രത്തിലൂടെ വന്നൊരു കാര്യമാണ്. ഇന്ത്യ റാറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിന്റെ ഒബ്വിയസ് സെൻസ് അറിയാം. പക്ഷെ നമുക്ക് ബി അഡോപ്ഷൻ ഓഫ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഒന്നും ഗ്ലോബൽ ഫൈനാൻസിന്റെ മാതിരിയില്ല. ILO എടുക്കില്ല. റെഗുലേഷൻ ഓഫ് ഫുഡ് പ്രൈസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി അതും ILO എടുക്കാൻ സാധ്യത കുറവാണ്. ചൈൽഡ് ലേബർ ആൻഡ് ജെൻഡർ പാറ്റേൺ വർക്ക് പ്ലേസ് ആണ്. ഇതിൽ കറക്റ്റ് ഇത്രയും ചൈൽഡ് ലേബർ ആണ്. ഞാൻ പത്രത്തിൽ വായിച്ചിട്ട് എനിക്കറിയായിരുന്നു. ഓക്കെ, സോ 30 ആൻസർ A ആണ്. അടുത്ത 31. Regarding money bill, which of the following statements are not correct? Okay, so money bill ne kurichittana chodyam varunne. So a bill shall be deemed to be a money bill if it contains only provisions relating to imposition, abolition, remission, alteration or regulation of any tax. This is ശരിയാണോ തോന്നുന്നുണ്ട്. അടുത്ത് അതാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. ഇത് ലക്ഷ്മികാന്തരുടെ ഡെഫിനിഷൻ ആണ്. A money bill has provision for the custody of consolidated fund of India or the contingency fund of India. ഇതിൽ
ഇതിൽ കുറച്ച് സംശയമുണ്ട്. നമ്മളിപ്പോൾ മണിബിൽ ഈ കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ നിൽക്കുന്നതെന്നാണ് പറയാം. അപ്പോൾ അതവിടെ വെക്കാം. A Moneybill is concerned with the appropriation of money out of the contingency fund of India. Moneybill concerns in the contingency fund of India എന്നുള്ളതല്ല, അത് CFI ആണ് പ്രധാനമായിട്ടും വരുന്നത്. A Moneybill deals with regulation of borrowing of money or giving of any guarantee by government of India. അതെ, ഇത് ശരിയാണ്. കാരണം borrowing of money, giving out of any money ഇതൊക്കെ എന്ത് ചെയ്യുന്നതൊക്കെ മണിബില്ല് ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ഇതും ശരിയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഇതൊരു ഈ ഒരു കാര്യം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. കാരണം കോണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ അല്ല, കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ നമ്മൾ കൺസേൺ ചെയ്യുന്ന കാര്യം ഉറപ്പായതുകൊണ്ട് ഇപ്പൊ തന്നെ ആൻസർ എന്താണ്, സി ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിത്ത് റെഫറൻസ് ടു ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദി വാല്യൂ ഓഫ് ദി വോട്ട് ഓഫ് ഈച്ച് MLA വാരീസ് ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ഇതിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല, ഏരിയ ഞാൻ നോക്കിയിട്ടില്ല, ഒന്ന് ഞാൻ ഒഴിവാക്കണം ആ ഒരു വോട്ടിന്റെ വാല്യൂ കാര്യങ്ങളൊന്നും. What is the implication of ratifying additional protocol with the International Atomic Energy Agency? Additional protocol കുറിച്ച് കേട്ടിട്ടുണ്ടോ? IAEA ഇല്ല, ഞാനത് കേട്ടിട്ടില്ല. ഒന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. സിവിൽ ന്യൂക്ലിയർ റിയാക്ടർ കം അണ്ടർ IAEA safeguards military nuclear installations country വീടാണ്, ലീവ് ചെയ്യണം. ഓക്കെ, അടുത്ത് which of the following among free trade partners of ASEAN? ഓക്കെ, ASEAN ഫ്രീ ട്രേഡ് പാർട്ട്നേഴ്സ് ആണ് നോക്കാം. ഓസ്ട്രേലിയ, കാനഡ, ചൈന, ഇന്ത്യ, ജപ്പാൻ, USA. ഇത് ഏകദേശം സ്ട്രൈക്ക് ക്വസ്റ്റൻ ആണ്. നമുക്കറിയാം ആർസെപ്പ് പോകുന്ന സമയത്ത് അതായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പത്രത്തിൽ ഉണ്ടായിരുന്നു, ന്യൂസ് ഉണ്ടായിരുന്നു. ആരൊക്കെയാണ് ആർസെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ASEAN പ്ലസ് എന്താണ് ഒരു അവരുടെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് FTA ഉള്ള പാർട്ട്നേഴ്സും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആർസെപ്പിലെ മെമ്പേഴ്സിനാണ് ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓസ്ട്രേലിയ എന്തായാലും ഉണ്ടായിരുന്നു, കാനഡ ഇല്ല, ചൈന ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ജപ്പാൻ ഉണ്ട്, USA ഇല്ല. ഇത് ഡയറക്റ്റ് ഹിറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആൻസർ എന്തായാലും USA കാനഡ ഇല്ല. അപ്പോൾ 2, 6 ഇല്ലാത്ത ഒഴിവാക്കിയാൽ തന്നെ 6 പോയി 2 പോയി 1, 3, 4, 5 ആൻസർ. ഓക്കെ, ഇത് ഡയറക്റ്റ് ഹിറ്റ് ആണ്, അങ്ങനെ എലിമിനേറ്റ് ആവശ്യമില്ല. 34 ആൻസർ എന്നാണ്, സി ഉണ്ട്. ഇനി അടുത്തത് വിത്ത് റെഫറൻസ് ഗ്ലോബൽ അലയൻസ് ഫോർ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. അത് കേട്ടിട്ടില്ല, ഉള്ള വീടാണ്. സമയങ്ങളിൽ വായിച്ച സമയം കണ്ടിരിക്കാനാണ് ഇത് വിടുന്നത്. ശരിക്കും ഞാൻ അറിയാത്ത ക്വസ്റ്റ്യൻ വായിച്ച് അതിനപ്പം വിടാറുണ്ട്, കാരണം എനിക്ക് റൗണ്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ടൈം കിട്ടില്ല. അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എയിംസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ പ്ലാൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഫോർമേഷൻ ഓഫ് ഇന്ത്യസ് ഓൺ ഇന്റർനെറ്റ് കമ്പനീസ് ലൈക്ക് ചൈന, ഉറപ്പില്ല. എസ്റ്റാബ്ലിഷ് എ പോളിസി ഫ്രെയിംവർക്ക് എൻകറേജ് ഓവർസീസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ലൈക്ക് കളക്ട് ബിഗ് ഡാറ്റ. അറിയില്ല, രണ്ട് ശരിയാണ് ചോദിക്കുന്നത്, അറിയില്ല ഒന്നാണ്, അപ്പൊ അത് ലീവ് ചെയ്യാണ്. ഓക്കെ, നോക്കാം. ഇത് ടൗൺ സംടൈംസ് മെൻഷൻ ഇൻ ന്യൂസ്. ഇത് UPSC ഏരിയ ആണ്, നമ്മൾ പത്രം വാങ്ങിയപ്പോൾ കിട്ടും. ആ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അതിനെ കിട്ടുന്നതാണ്, നമുക്ക് നോക്കിയാൽ കിട്ടും. അലെപ്പോ, സിറിയ ഇത് കറക്റ്റ് ആണ്, കാരണം എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. കിർക്കുക്ക് നല്ലത് എനിക്കറിയാം, കിർക്കുക്ക് ഇറാഖിലെ പ്രോവിൻസ് ആണ്, അതറിയാം. മൊസൂൾ പാലസ്തീൻ, മൊസൂളും പാലസ്തീനിലുള്ളതല്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. മസറി ഷെരീഫ് അഫ്ഗാനിസ്ഥാൻ ആണോ അത്യാവശ്യം എനിക്കറിയില്ല. സോ 1 എന്തായാലും വരും, 1 ആണ് എനിക്ക് 100% ഉറപ്പുള്ളത്. സോ 1 വരുന്ന ഓപ്ഷൻ ഇതിനുള്ള എലിമിനേറ്റ് ചെയ്തു. പിന്നെ കിർക്കുക്ക് യമനിലല്ല, അത് ഇറാഖിലെ ഒരു പ്രോവിൻസ് ആണ്. സോ എന്താണ്, അപ്പൊ 1 and 2 എന്തായാലും വരുന്നില്ല. സോ 1 and 2 എലിമിനേറ്റ് ചെയ്തു. സോ 1 and 4. ഓക്കെ, അപ്പോൾ 37 എന്താണ്, ബോക്സ് ആണ്. അതൊരു ഷോർട്ട് ആണ്. പത്രം നമ്മൾ വായിക്കുമ്പോൾ ഇന്റർനാഷണൽ ന്യൂസിന്റെ സാധനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി പറ്റും. ഇന്ത്യ ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ in 1935 റെസിഡൻഷ്യൽ പവേഴ്സ് വർ ഗിവൻ ടു. അറിയില്ല, ഒറ്റയടിക്ക് ആർക്കാണ് ഫാക്ച്വൽ അറിയില്ല. സോ അത് ലീവിയാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദി സ്പീക്കർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഷോൾ vacate his or his office if he ceases to be a member of the assembly. അത് ഏകദേശം ആണ് തോന്നുന്നുണ്ട്. സ്പീക്കർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി വെക്കേറ്റ് ചെയ്യണം. മെമ്പർ അല്ലെങ്കിൽ മെമ്പർ ആവാണ്ടിരുന്ന വെക്കേറ്റ് ചെയ്യണ്ടേ? മെമ്പർ അല്ലെങ്കിൽ സ്പീക്കർ വെക്കേറ്റ് ചെയ്യണം, കാരണം മെമ്പർ ആയാലും സ്പീക്കർ ആവാൻ പറ്റുള്ളൂ. സോ അയാള് പുറത്താക്കിയ ചെറുതായ കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് അത് ലീവ് ചെയ്യാണ്. അടുത്ത സ്പീക്കർ വെക്കേറ്റ് ചെയ്യും, വെക്കേറ്റ് ഇല്ല എന്നാണ് തോന്നുന്നത്, എന്നാലും ഉറപ്പില്ല, അതുകൊണ്ട് അത് ലീവ് ചെയ്യാണ്. ഓക്കെ, ഇനി അടുത്ത് 40. വിച്ച് ഓഫ് ദി ഫോളോയിങ് റിഫ്ലെക്ട്സ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് ലിബർട്ടി? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഭയങ്കര കുറെ ആലോചിക്കണം. ഇത്ര മോർ ലോസ് ദർ ഇസ് ലെസ് ലിബർട്ടി. ഇത് അടുത്ത റൗണ്ടിൽ ചെയ്യാം, എന്താ അത്ര ആലോചിച്ച സമയങ്ങളെയല്ല. No criminal proceedings shall be instituted against governor of a state in any court during his term of office. ഇല്ലാതെ തന്നെ തോന്നുന്നു. പക്ഷെ എന്തോ സിവിൽ ക്രിമിനൽ ഏതിലും ഒന്ന് പറ്റും, എനിക്ക് ഒരു കറക്റ്റ് ക്ലാരിറ്റി വരുന്നില്ല. The emoluments and allowances of the governor of the state shall not be diminished during his term of office. ഇത് അടുത്ത റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യാം. ചെറിയ സംശയമുണ്ട്. വെൽ നോൺ പെയിന്റിംഗ് ബന്നി തന്നി, ഇത് ഞാൻ പഠിച്ചാണ്. ഈ പെയിന്റിംഗ് കാരണം ബന്നി തന്നി കുറച്ച് വലിയ മൂക്കൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഫിഗർ ആവുന്നുണ്ട്. അത് ഏകദേശം കിഷാങ്ക സ്കൂളിലാണ്. അത് നിതിൻ സിംഗാനിയിൽ അത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച്
ഫോട്ടോസ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഉറപ്പാണ് കിഷൻഗർ. ഇത് ഡയറക്റ്റ് ആണ്, ഇതായി നോക്കേണ്ട ആവശ്യമില്ല. വണ്ടി ജയ്പൂർ അങ്ങനെയല്ല, കിഷൻഗർ സ്കൂളാണ്. ഓക്കെ, ഇത് ഒബ്വിയസ് ഫാക്ട് ആണ്, അതുകൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. 42ാമത്തെ ഉത്തരം ഡി ആണ്. ഇത് കമ്പാരിറ്റീവ് വളരെ ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ്. അത് എനിക്ക് കറക്റ്റ് അറിയാവുന്നത് മാത്രമേ ഞാൻ കുത്തിയത്. ഓക്കെ, 42 ഡി ആണ് ആൻസർ. വാട്ട് ഈസ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം? ഇതും പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. അതിന് ഇസ്രായേൽ ഉണ്ടാകുന്ന സിസ്റ്റം അല്ല. ഇന്ത്യസ് ഇൻഡിജിനസ് സ്റ്റാൻഡിംഗ് മിസൈൽ പ്രോഗ്രാം അല്ല. അത് ഇന്ത്യയുടെ അല്ല, കാരണം അത് USA, ചൈന, സൗത്ത് കൊറിയ ആ ഏരിയയിലേക്ക് വരുന്നതാണ്. അമേരിക്കൻ ആന്റി മിസൈൽ സിസ്റ്റം മേ ബി ഡിഫൻസ് കൊളാബറേഷൻ ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ. കൺഫ്യൂഷൻ ഒന്ന് രണ്ട് ഓപ്ഷൻ തമ്മിൽ. സോ അതിൽ അവിടെ വെച്ചിട്ടാണ് അടുത്ത റൗണ്ട് അറ്റൻഡ് ചെയ്യുക. 44 with reference to cultural history of India, consider the following statement. Most of the Tyagaraja Kritis are devotional songs in praise of Lord Krishna. Tyagaraja ഇത് അറിയില്ല, വലിയ ഏരിയ കൊടുത്തില്ല. Tyagaraja കുറിച്ച് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ലീവ് ചെയ്തു. Which of the following are regarded as the main features of rule of law? Okay, rule of law. Rule of law നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. നമുക്ക് rule of law നോക്കി നോക്കാം. Limitation of powers ഉണ്ട്. Absence of arbitrary power നമ്മൾ ലക്ഷ്മീന്ദ്ര വായിക്കുന്നതാണ്. Equality before law അതുണ്ട്. People responsibility to the government ഉറപ്പില്ല. Liberty and civil rights അതുണ്ട്. അപ്പോൾ 1ഉം 2ഉം 4ഉം എന്തായാലും വേണം. രണ്ട് ഓപ്ഷൻ കൺഫ്യൂഷൻ ആണ്, അത് ലീവിയാണ്. അടുത്തേക്ക് വരാം. Each one of the following statement correctly describes the meaning of legal tender money. Legal tender money എന്താണെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് ഒരു ധാരണ ഇല്ലാത്തത് ഞാനത് വിട്ടു. If a commodity is provided free to the public by government, then the opportunity cost is zero. Opportunity ഇത് കുറച്ച് ടൈം എടുക്കും, അടുത്ത റൗണ്ടിൽ ചെയ്യാം. Increase in absolute and per capita real GNP do not connote a higher level of economic development. ഇതും കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. സോ അത് ലീവ് ചെയ്യാണ്. ഓക്കെ, human capital formation as a concept is better explained in terms of process which enables. Okay, അപ്പോൾ human capital formation ആണ്. എന്താണ് human capital formation എന്നാണ് ചോദിക്കുന്നത്. Individual of a country to accumulate more capital. Okay, individual of a country to accumulate more capital. അതൊരു human capital അതല്ല. Increasing the knowledge, skill levels and capacities of the people of the country. Yes, ഇത് ശരിയാണ്. Okay, accumulation of tangible wealth. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാകുന്ന വഴി എന്താ, ആൾക്കാർക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടായി നമ്മൾ നല്ലൊരു പഠിച്ച് വേറെ ലെവൽ ആളാവും, നോളജ് ഉണ്ടാവും, സ്കില്ല് ഒക്കെ ഉണ്ടാവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറെ പൈസ ഉണ്ടാക്കാമല്ലോ അല്ലേ. ഇത് കൺഫ്യൂഷൻ ആണ്. അക്യുമുലേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ വെൽത്ത് ഇത് കൺഫ്യൂസിംഗ് ആണ്, അവിടെ നിൽക്കട്ടെ. അടുത്ത്, ഡെസ്പൈറ്റ് ബീയിങ് ഹൈ സേവിംഗ് എക്കണോമി, ക്യാപിറ്റൽ ഫോർമേഷൻ മേ നോട്ട് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ഡ്യൂ ടു. അതായത് ഹൈ സേവിംഗ് എക്കണോമിയാണ്, പക്ഷെ ഹൈ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് ഉണ്ടാകുന്നില്ല. അതിന്റെ കാരണമാണ് ചോദിച്ചത്. അതും വലിയ ധാരണയില്ല, അടുത്ത റൗണ്ട് ചെയ്യാം. After Sandal uprising subsided, what were these measures taken by colonial government? Sandal പറയുന്നത് ഇതൊന്നും അറിയില്ല, വലിയ ധാരണയില്ല, അതുകൊണ്ട് അതൊന്നും വിട്ടു. Economically, one of the results of the British rule in India in the 19th century was economically, 19th century, increasing the export of Indian handicrafts, growth of number of Indian factories, commercialization of Indian agriculture. And it's a very idea, so other maybe. Number 3, the President of India exercises his power as provider under Article 356 of the State Constitution. President's rule ആണ് ചോദിക്കുന്നത്. 356 എന്താ സംഭവിക്കാമെന്നാണ്. The Assembly of the State is automatically dissolved. Automatically dissolved ആവുമെന്ന് തോന്നുന്നില്ല, ഇത് തെറ്റാണ്. The powers of legislature of that state shall be exercised by or under the authority of Parliament. Legislature authority of Parliament താഴെയായിരിക്കാം, ഇത് ശരിയായിരിക്കാം, അതാണ് അറിയില്ല. അടുത്ത Article 19 is suspended in that state. Article 19 സസ്പെൻഡ് ചെയ്യുന്നതിലല്ല, അത് മറ്റേ എമർജൻസി, എക്സ്റ്റേണൽ എമർജൻസി കയറുന്ന സമയത്ത് എമർജൻസി പോർഷനിലാണ് അതൊക്കെ സസ്പെൻഡ് ചെയ്ത്. പ്രസിഡന്റ് അങ്ങനെ സംഭവിക്കില്ല. The president can make laws relating to the state. President law make ചെയ്യാം. ഇതും കൺഫ്യൂഷൻ ആണ്. ബിയും ഡിയും തമ്മിൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് അത് ലീവിയാണ്. അടുത്ത് നോക്കാം. കുത്തുക്കുള്ളി ഷോസ് ഇതൊന്നും കേട്ടിട്ടില്ല, അതൊക്കെ വിട്ടു. The term 6 mass extinction, ഇത് കുറച്ച് വലുതാണ്, വായിക്കാനുള്ള കുറെ സമയം പോയി നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് ഇതാണ്. With reference to Indian Regional Navigation Satellite System, IRNSS കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ IRNSS has 3 satellites in geostationary and 4 satellites in geosynchronous orbit. ഇതിക്ക് കറക്റ്റ് 3 ഇവിടെയാണോ 4 ഇവിടെയാണോ അറിയില്ല. എന്തായാലും 7 സാറ്റലൈറ്റ്സ് ഉണ്ടെന്ന് അറിയാം. ക്ഷേത്രം വിട്ട് ഒന്ന് മിസ്സായി ഒന്ന് വീണുപോയി അങ്ങനെ കേട്ടിട്ടുണ്ട്, കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് അടുത്ത റൗണ്ടിൽ നിർത്താം. ടെക്നോളജി പൊതുവെ അറ്റംപ്റ്റ് ചെയ്യാൻ കുറച്ച് പേടിയാണ്, അടുത്ത റൗണ്ടിലേക്ക് പോവാണ്. ലൈറ്റ് ഈസ് എന്താ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദി predictions of Albert Einstein general theory related? അറിയില്ല, ഒരു ഐഡിയ ഇല്ല. അടുത്ത് നോക്കാം.
With reference to genetically modified mustard, GM mustard developed genetically modified on. GM mustard has genes of soil bacteria that give plant the property of pest resistance to a wide variety of pests. GM mustard has genes that allow the plant cross sport. ഒന്നും അറിയില്ല കേട്ടോ. സയൻസും ടെക്നോളജിയും ഒരുമിച്ച് വന്നാൽ ഒന്നും ചെയ്യാം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അത് രണ്ട് ലീവ് ചെയ്തു. അടുത്ത് എക്സ്പെരിമെന്റ്സ്, റിലേറ്റീവ് എക്സ്പെരിമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, ഡിജിറ്റൽ ക്രിപ്റ്റോഗ്രഫി. ഇതാണെന്ന് അറിയാം. പാർട്ടിക്കിൾ ഇതല്ല, ഇത് വേറെന്തോ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഇത് ഉറപ്പില്ല. സോ രണ്ടെന്തായാലും ഉണ്ടെന്ന് വെച്ചാൽ തന്നെ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതോടെ ഇരുന്നു. ഫോളോയിങ് ബെസ്റ്റ് കാർബൺ ഫെർട്ടിലൈസേഷൻ, അത് കേട്ടിട്ടില്ല. അപ്പൊ അതിന് അതും വിടുകയാണ്, കേൾക്കാത്തതായത് വിടുകയാണ്. ഇത്രയും വലിയ സാധനം വായിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ല, ടെൻഷൻ ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വിടുകയാണ്. അതായത് അടുത്ത റൗണ്ട് നോക്കാം, കാരണം സമയം പോകുന്നുണ്ട്, റെസ്റ്റോറൻറ്റ് അറ്റൻഡൻസ് ഒക്കെ കുറവാണ്. ഓക്കെ, സോ അത് ലീവ് ചെയ്തു. വിത്ത് റെഫറൻസ് സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ ഈസ് തേർഡ് ലാർജസ്റ്റ് വേൾഡിൽ മാനുഫാക്ചർ സിലിക്കൺ. അറിയില്ല, തേർഡ് ആണോ ഫോർത്ത് ആണോ കറക്റ്റ് എക്സാക്ട് ഒന്നും അറിയില്ല. സിലിക്കൺ വേഫേഴ്സിന്റെ അറിയില്ല, അത് വിട്ടു. The staple commodities of export by the English East India Company from Bengal in middle of the 18th century. അറിയില്ല കറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് എക്സ്പോർട്ട് ചെയ്ത് അറിയില്ല. സോ ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ വിടുന്നുണ്ട്. 2018 പേപ്പർ വളരെ ടഫാണ്, ടൈറ്റ് ആയ പേപ്പറാണ് എനിക്ക് തോന്നുന്നത്. കാരണം തീരെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 2017 വരെ ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ല. ഒരു വർഷം കൂടി പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതുന്നതാണ്. അപ്പൊ ആക്ച്വലി നോളജ് ലെവൽ കൂടിയിരിക്കുക ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും നോളജ് ലെവൽ ഈ വർഷം കൂടിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു, നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആണ്. പക്ഷെ എന്നിട്ട് കൂടി ഇത്രയും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പേപ്പർ ടൈറ്റ് ആയിരിക്കും. സോ പേപ്പർ ടൈറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല 60 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ. സോ ഞാനതിൽ അറ്റംപ്റ്റ്സ് കുറച്ച് ഭയങ്കരമായിട്ട് ഒരുപാട് അറ്റംപ്റ്റ് ചെയ്യുന്നതായിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, കുറെ സമയം എടുത്ത് ആലോചിച്ച് ചെയ്യാനുള്ള ധാരണ വരുന്നത്. Which one of the following is very significant aspect of Champaran? Champaran സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ വന്നിട്ടുള്ള ആദ്യത്തേതായിരുന്നു. ആക്റ്റീവ് ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോയേഴ്സ്, സ്റ്റുഡൻസ് ആൻഡ് വുമൺ ഇൻ ദി നാഷണൽ മൂവ്മെന്റ്. എനിക്ക് ഉണ്ടായിരിക്കാം. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദളിത് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇന്ത്യ ആയിരിക്കാം. ജോയിനിങ് ഓഫ് പെസന്റ് ഇൻട്രസ്റ്റ് അത് അറിയില്ല, കൺഫ്യൂഷൻ, എല്ലാം ക്ലോസ്ലി മാച്ച്ഡ് ആണ്, അത് വിട്ടു. Who among the following were founders of ഹിന്ദു മസ്ദൂർ സഭ? അറിയില്ല, അതിനെ കുറിച്ച് അറിയില്ല. സോ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ അറിയില്ല പറയുന്നത് എനിക്കറിയാം, രക്ഷയില്ല, ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഫസ്റ്റ് റൗണ്ട്. കാരണം ഷുവർ ഷോട്ട് മാത്രമേ ഫസ്റ്റ് റൗണ്ട് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് അറിയാത്ത കാര്യം വിട്ടുപോകുന്നത്. വിത്ത് റെഫറൻസ് ടു റിലീജിയസ് പ്രാക്ടീസ് ഓഫ് ഇൻ ഇന്ത്യ, സ്ഥാനകവാസി കേട്ടിട്ടില്ല, ഒഴിവാക്കി. വിത്ത് റെഫറൻസ് ടു കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ കൺസിഡർ വൈറ്റ് മാർബിൾ വാസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് മാർക്കിംഗ് ബുലന്ദ് ദർവാസ. അറിയില്ല, ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്നും എനിക്ക് വലിയ, ഞാൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതും പഠിച്ചിട്ടില്ല സയൻസിൽ. സോ അത് ഞാൻ വിട്ടു. Which one of the following foreign travelers elaborately described the diamonds and diamond mines in India? അത് ഞാൻ കേട്ടിട്ടില്ല, വിട്ടു. Which one in India on future Buddha? അറിയില്ല, ഫാക്ച്വൽ ആണ്, അത് അറിയില്ല. Which one of the following statement does not apply to the system of subsidiary lines? Okay, suppose സമാധാനമായി കുറെ നേരത്തെ പരിചയമുള്ള സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. സോ സബ്സിഡിയറി ലൈൻസിനെ കുറിച്ചാണ് ചോദ്യം, നോക്കിയേക്കാം. To maintain a large, not correct ആണ്, not apply. To maintain a large standing army and other systems, അത് ശരിയാണ്. To keep India safe from Napoleonic danger, ഇതും ശരിയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് ശരിയാണ്. To secure a fixed income for the company, കമ്പനിക്ക് ഒരു ഫിക്സഡ് ഇൻകം കിട്ടുന്നുണ്ട്, ഇത് ശരിയാവാൻ സാധ്യത. പക്ഷെ അതിന്റെ does not apply എന്ന് ചോദിച്ചിട്ടുണ്ട്. To establish British paramountcy over Indian city, ഇതും ശരിയാണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ ആയി, ക്ലോസ്ലി മാച്ച് ഓപ്ഷൻസ് ആണ്. സോ അവിടെ വെക്കട്ടെ. Which one of the following led to the introduction of English education in India? Charter Act of, അതായത് ചാർട്ടർ ഇതിലൊരു 1 lakh എന്തോ ഒരു ഫണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതുണ്ട്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടാണ്. ഇതുണ്ട് ജനറൽ കമ്മിറ്റി ഫോർ പബ്ലിക് ഇൻസ്ട്രക്ഷൻ, ഇതുണ്ട്. ഇത് ഉണ്ടോന്ന് ഇല്ല, ഇത് സംശയമാണ്. പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്നുള്ള സാധനത്തിൽ സംശയമുണ്ട്. എന്തിന്റെ ഇൻസ്ട്രക്ഷൻ അറിയില്ല. ഓറിയന്റലിസ്റ്റ് ആൻഡ് ആംഗ്ലിസ്റ്റ് കോൺഫറൻസസ്, ഇതുണ്ട്. ഇത് രണ്ട് എന്താണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ 1ഉം 3ഉം എന്തായാലും ഉണ്ട്. 2 അറിയില്ല, സ്കിപ്പ് ചെയ്തു. Which one of the following is an artificial lake? Artificial lake അറിയില്ല, ഉറപ്പല്ല, വിട്ടു. With reference to പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന കൺസിഡർ ദി ഫോളോയിങ്. It is a flagship scheme of Ministry of Labour and Employment. Ministry of Labour ആണോ അതോ Ministry of Skill Development ആണോ? സ്കിൽ ഡെവലപ്മെന്റ് ആണെന്ന് തോന്നുന്നു. It aims other foreign things also. ഇത് എന്നാലും അടുത്ത റൗണ്ട് ചെയ്യാം, അത്ര ഉറപ്പല്ല, ഷോർട്ട് അല്ല. Is the following change to its name to Swarajya Sabha? Factual ആണ്, അറിയില്ല, ഏതാ സ്വരാജ്യ സഭ എന്ന് അറിയില്ല. Which one of the following events happened here? സ്വാമി ദയാനന്ദ എസ്റ്റാബ്ലിഷ് ആര്യ സമാജ്, കറക്റ്റ് കൊല്ലം അറിയില്ല, 1860 സംതിങ് ആണ് തോന്നുന്നത്. ദീൻബന്ധു മിത്ര റോഡ്, ദീനദർപ്പൺ, കൊല്ലം അറിയില്ല. ഭഗീരഥ റോഡ്, ആനന്ദം, ഇതും അറിയില്ല, ഇതൊരു സന്യാസ സഭയിൽ കറസ്പോണ്ടിങ് ആയതാണെന്നൊക്കെ അറിയില്ല, അതും ടൈറ്റ് ആണ്, അത് വിട്ടു. Which one of the following are the possible consequences of heavy sand mining in river beds? Heavy sand mining ഉണ്ടാവണം. ഹെവി സാൻഡ് മൈനിങ് ഉണ്ടാകുമ്പോൾ ഡിക്രീസ് സലൈനിറ്റി ഇൻ ദ റിവർ, അങ്ങനെ ഉണ്ടാവും, സലൈനിറ്റി കുറയുമോ, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവും സാൻഡ് മൈൻ ചെയ്ത് കഴിഞ്ഞാൽ. എന്തായാലും എന്താണ് അവിടെ സാൻഡ് മറ്റേ ഇത് വരികയും കണ്ടാമിനേഷൻ പൊല്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവാൻ സാധ്യത
എന്തായാലും എങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യത എന്തായാലും കൂടുതലാണ്. ലോവറിംഗ് ഓഫ് വാട്ടർ ലെവൽ, അതാണ് സാൽമാനിങ് കാരണം ചുറ്റുപാടുള്ള വാട്ടർ ലെവൽ കുറയാവുന്നത് നമ്മൾ എപ്പോഴും മാറ്റുന്നതാണ്. സോ 2 ഉം 3 എന്തായാലും വരണം. സോ ഇതറിയില്ല. സോ അപ്പോൾ അത് 2 ലീവ് ചെയ്തു. 82 with reference to agriculture service consider the following statement. High organic content will soil drastically reduces its water holding capacity. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ച് കൺഫ്യൂഷൻ ആണ്. സോ അത് അടുത്ത അപ്ലൈ ചെയ്യാം. ദി പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കണോമി. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കണോമി. A UN mechanism to assist countries transition to green and more inclusive. അറിയില്ല, അതൊരു ഫാക്ഷൻ ആണ്, എനിക്ക് അറിയില്ല, അത് എപ്പോഴാണ് അറിയില്ല, അടുത്ത റൗണ്ട് ചെയ്യാം. 3D printing has application on which of the following? 3D printing in application ആണ് ചോദിക്കുന്നത്. Preparation of confectionery items, manufacture of bionic ears. അറിയില്ല, അതാണ്. Consider the following statements. Okay. The Barren Island volcano is an active volcano located in the country. നമുക്കറിയാം, Andaman Nicobar-ലാണ് Barren Island ഒരു ആക്റ്റീവ് volcano ആണ്. Barren Island lies about 140 km east of Great Nicobar. ഇതൊന്നും അറിയില്ല, ഉറപ്പൊന്നുമില്ല, 140 ആണോ 150 ആണോ അറിയില്ല. The last time the Barren Island volcano erupted was in 1991 and it has remained inactive since then. ഇതെറ്റാണ് ഇപ്പോൾ എടുത്ത് പൊട്ടിത്തെറിച്ചത്. എടുത്ത് 2017 അത് എറപ്റ്റ് ചെയ്തിട്ടുണ്ട്. പത്രത്തിൽ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ 3 കിലോമീറ്റർ. ഓക്കെ, ഷുവർ ഷോട്ട് ആയിട്ട് ഫസ്റ്റ് കിട്ടുന്നത് 85. അപ്പോൾ ഒരുപാട് നേരത്തിന് ശേഷം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് കാണുന്നത് 42 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 ആണ്. സോ ഇത്രയും ബ്ലാങ്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻ അതിൻ്റെ ഇടയിൽ അറിയില്ല എന്നുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല, അറിയാത്ത തന്നെയാണ്. സോ അവിടെ നമുക്കത് ഓക്കെ. സോ അടുത്തേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ why is a plant called Prosopis juliflora often mentioned in news? Prosopis juliflora കേട്ടിട്ടില്ല, അറിയില്ല. Consider the following statements. Most of the world's coral reefs are in tropical waters. ആണ് തോന്നുന്നു, ഉറപ്പില്ല. More than 1/3 of the tropical coral reefs are located in the territories of Australia, Indonesia and Philippines. അറിയില്ല, ഫാക്ച്വലാണ്, അത് വിട്ടു. Momentum for change, climate neutral ആണ്, ഇറ്റ്സ് an initiative. കേട്ടിട്ടേ ഇല്ല, അത് വിട്ടു. അടുത്ത ചോദ്യം നോക്കാം. With reference to the educational institutions during the colonial rule, consider the following places. Institutions: Sanskrit College at Banaras, William Jones, അല്ല, ഇത് ഡേവിഡ് ഹാരി ആണ്, വീട്ടില. കൽക്കത്ത മദ്രസ, വാരൻ ഹേസ്റ്റിങ്സ് ആണ്. ഫോർട്ട് വില്യം കോളേജ്, ആദർ വെല്ലസ്ലി അല്ല, അത് വേറൊരു വെല്ലസ്ലിയാണ്. ഈ ആദർ വെല്ലസ്ലി പറഞ്ഞാൽ മറ്റേ ഇവിടെ നെപ്പോളിയനായിട്ട് യുദ്ധത്തിനൊക്കെ പോയ ഇയാളുടെ ബ്രദർ ആയിരുന്നു, ഇയാളുടെ പേര് പറഞ്ഞു, വെല്ലസ്ലിയാണ്, എന്തായിരുന്നു മറന്നു യുദ്ധത്തിന്. അപ്പോൾ ഇതെന്തായാലും അല്ല, അപ്പോൾ പോട്ടെ. അപ്പോൾ 1 എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ 2 എന്തായാലും ഉണ്ട്, 3 ഇല്ല. സോ 89 ആൻസർ ബോക്സ്. ഓക്കെ, 90 ഇത് റീജിയൻസ്, ഇത് UPSC ഹിസ്റ്റോറിക്കൽ കാര്യമാണ്. പത്രമാധ്യമം നമുക്കും കിട്ടും, എളുപ്പമാണ്. കാറ്റലോണിയ സ്പെയിൻ, കറക്റ്റ് ആണ്, കാരണം അവിടെ നിന്ന് വിട്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിമിയ ഹംഗറി, അല്ല, ക്രിമിയ ഉക്രൈനിലുള്ള സ്ഥലമാണ്. സോ ഇത് തെറ്റാണ്, കാരണം അതും റഷ്യ ഉക്രൈൻ വാറൊക്കെ പത്രത്തിൽ ഒരുപാട് വന്നതാണ്. മിൻറ്റാനോ ഫിലിപ്പീൻസ്, അറിയില്ല. റോമിയോ നൈജീരിയ, ഇത് രണ്ടും വലിയ ധാരണയില്ല, ഇത് വെച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ 1 എന്തായാലും നമ്മുടെ ഓപ്ഷനിൽ കാണാം. സോ അത് 2 പോയി. പിന്നെ 2 എന്തായാലും തെറ്റാണ്. സോ 1 5. ഓക്കെ, ഈ 2 അറിയണം. അപ്പൊ എല്ലാം അറിയണമെന്നില്ല, 2 അറിയുമ്പോൾ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, സോ 90 C ആണ്, ഷുവർ ഷോട്ട് ആണ്. അടുത്ത നോക്കാം. 91. The first democratic elected communist party government formed in the state of India. വർഷം 1956 ആ സമയത്താണ്. India's largest bank, Indian Bank of India, was renamed as State Bank of India. കൊല്ലറിയില്ല. Air India was nationalized national carrier, അത് അറിയില്ല. Goa became part of India, അതും കൊല്ലറിയില്ല. Okay, right to privacy. Right to privacy is protected as an intrinsic part of right to life and personal liberty. Which are the following in the Constitution of India correctly and appropriately imply the statement? Okay, അപ്പോൾ ഏതാണ് ചോദിക്കുന്നത്? Article 14 അല്ല, Article 14 right to equality ആണ്, right to privacy അല്ല. Right to privacy എന്ന് പറയുന്നത് Article 21 ആണ്, ഡയറക്റ്റ് ആണ്. Article 17 അല്ല, കാരണം Article 17 എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് 70 റൈറ്റ് ടു അൺടച്ചബിലിറ്റി ആണ്, ഇതല്ല. Article 21 ഇതാണ്, ഇതൊരു ഷുവർ ഷോട്ട് ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, Article 24 അല്ല. അപ്പൊ ഇതും ഒരു ഷുവർ ഷോട്ട് ആൻസർ ആണ്. കാരണം കുട്ടസ്വാമി കേസ് ജഡ്ജ്മെന്റ് ഒക്കെ ഉണ്ടായിട്ട് റൈറ്റ് ടു പ്രൈവസി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസിലൂടെ വന്നതുകൊണ്ടാണ്. അപ്പോൾ അതൊരു ഷുവർ ഷോട്ട് ആണ്, എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Consider the following. The Cabinet Committee on Economic Affairs has announced minimum support price for which of the above? അറിയില്ല, ഞാൻ ഇങ്ങനെ ഫാക്ട് പഠിക്കാറില്ല, ഏതൊക്കെയാണ് സ്കൂളിൽ പോകുന്നത്. Which of the following states പക്കൈ വൈൽഡ് ലൈഫ് സാങ്ച്വറി?
കിട്ടിയില്ല, എല്ലാം നോർത്ത് ഈസ്റ്റ് തന്നെ, എല്ലാവരും പോലെ അറിയില്ല. With reference to India's satellite launch vehicles, consider the following statements. PSLV launch vehicles useful for earth resource monitoring, whereas GSLV communication satellite. ഇത് മെയിൻലി ഇങ്ങനത്തെയാണ് തോന്നുന്നത്. എനിക്കൊരു വലിയ ധാരണയൊന്നുമില്ല. Satellites launched by PSLV appear to be remain permanently fixed in the same position in the sky as viewed from the petrol. ഇതൊന്നും വലിയ ഐഡിയ ഇല്ല കേട്ടോ, അവിടത്തേക്ക് പോകണം. With reference to governance of public sector banking, capital infusion in the public sector banking by the government of India has steadily increased in the last decade. ഇത് അറിയില്ല. To put the public sector banks in order, the merger of associate banks. Which are the following items are exempted under GST? Chicken eggs, fish process, newspaper. The definition of critical wildlife habitat is incorporated in the Forest Rights Act. For the first time in India, biogas have given habitat rights. University of Environment, Forest and Climate Change officially decided and declares habitat rights for primitive and vulnerable tribe groups in any part of India. Ministry of Environment ആണോ അല്ലാതെ എനിക്ക് തോന്നുന്നത്, ഉറപ്പില്ലാതെ വെച്ചു. Which are the following? Which are the above spread plant diseases? Bird plant diseases വരത്താം, dust blowing, rain. ഇതിന് ഉറപ്പില്ല കേട്ടോ, അത് ലീവിയാണ്. ഇത്രയും organic farming India concept. The National Program for Organic Production is operated under the guidelines and directions of the Union Ministry of Rural Development. Ministry of Rural Development ആണോ അത് ഉറപ്പില്ല. Agricultural processed food products export development authority function as a for implementation ആയിരിക്കാം, നല്ല ഉറപ്പില്ല. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ ഉറപ്പില്ല എന്ന് കേട്ടിട്ടുണ്ടാവും, വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, സോ ജസ്റ്റ് അടുത്ത റൗണ്ടിലേക്ക് വരാം. ഏതെങ്കിലും പേജുകൾ ഏതെങ്കിലും പേജ് വിട്ടിട്ട് പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കാണ്ടിരുന്നാണ്. ഓക്കെ, അത് നമ്മൾ നോക്കാം. Which of the following areas can GPS technology be used? Mobile phone operations, banking operations, controlling. ഇത് വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടയ്ക്ക് മിസ്സായി പോയതാണ് ഈ പേജ്, സോറി. ഇടയ്ക്ക് നമുക്ക് മിസ്സായി പോകുന്നത്. ഞാനിപ്പോ ഓക്കെ, Reserve Bank of India manages and surveys to Government of Indian securities, but not any state government securities. അതറിയില്ല, സ്റ്റേറ്റിന്റെ മാത്രം ഇല്ലയുള്ള കാര്യത്തിൽ ധാരണ. The Earth's magnetic field reversed every few 100,000 years ago. Okay, when the Earth has created more than 4,000 years, there was 54% oxygen and no carbon dioxide. ഇത് തെറ്റാണ് തോന്നുന്നത്, ഇപ്പൊ 25% ഉള്ളൂ, എന്നാലും ഉറപ്പില്ല നമുക്ക് ലീവ് ചെയ്യാം. The term WannaCry, Petya and Eternal Blue, ഇത് അറിയാം, ഇത് ഡയറക്റ്റ് ആണ്. These are cyber attacks. So 58 ആൻസർ സി ആണ്. Okay. Conservation agriculture. Conservation, avoiding monoculture practices. Okay, adopting minimal tillage. അത് cultivation of management, അത് നല്ലതാണ്. Using crop procedure. Okay, അത് നല്ലതാണ്. അവിടെ 1 2 3 അങ്ങനത്തെ ഓപ്ഷനേ വരുന്നില്ല. ഓക്കെ, നടക്കില്ല. കൺസ്ട്രക്ഷൻ എനിക്ക് കറക്റ്റ് അറിയില്ല, അപ്പൊ അത് കിട്ടും. സോ ഇനി എല്ലാ പേജും മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാ പേജും മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം എത്ര ക്വസ്റ്റ്യൻ ആണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3 4 5 6 7 9 10 11 12 13 14 15 16 17 17 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് വരാം. സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് ആയിരിക്കും. നമ്മൾ ആദ്യത്തെ 2 സെക്കൻഡ് വായിച്ചാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് ലോക്സഭ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഇൻ ദി ഓപ്പോസിഷൻ വാസ് സ്വതന്ത്ര പാർട്ടി ഇൻ ദി ലോക്സ്. സെക്കൻഡ് റൗണ്ടിലേക്ക് വരാം. ഇൻ ദി ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ 2 സെക്കൻഡ് വായിച്ചാണ്. 2 നമുക്ക് ധാരണയില്ല, 3 സെക്കൻഡ് വായിക്കാം. ദി ലോക്സഭ ഇഫ് എ പാർട്ടി ഡസ് നോട്ട് ഹാവ് മിനിമം 75 മെമ്പേഴ്സ് ഇറ്റ് ലീഡർ കനോട്ട് ബി റെക്കഗ്നൈസ്ഡ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ. 75 മെമ്പേഴ്സ് ആണോ? 1/10 മതി എന്നല്ല പറയുന്നത്, കാരണം ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ട്. 1/10 മതി. നമുക്കറിയാം 550 മെമ്പർഷിപ്പ്. അപ്പോൾ 1/10 പറയുമ്പോൾ 55 മെമ്പേഴ്സ് മതി. എന്തായാലും 75 മെമ്പേഴ്സ് വേണ്ട. ഓക്കെ, അപ്പോൾ 75 മെമ്പർ അല്ലെങ്കിൽ എന്താണ് അതിനെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയി പറ്റില്ല എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് ഒഴിവാക്കി നമുക്ക് 1 ബി ആണ് ഉത്തരം. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാർക്ക് ചെയ്യുന്നത് ബ്ലൂ കളർ വെച്ചിട്ടാണ്. സെക്കൻഡ് 1 ബോക്സ്. ഓക്കെ, ഇനി സെക്കൻഡ് രണ്ടാമത് ചെയ്യുന്നുണ്ട്. ഡീഫ് മോഡിഫിക്കേഷൻ ആണ് ഡെസേർട്ട് ഏരിയയിൽ. ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്. ഓക്കെ, നമുക്കറിയാം ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് ആകുമ്പോൾ എന്താണ് ഒരു വാട്ടർ ലോസും കാര്യങ്ങളൊക്കെ കുറേ ഉള്ള കാര്യങ്ങൾ കൂടുതലാണ്. ഓക്കെ, അതിൽ മാത്രമല്ല ചൂടത്ത്
ഉണങ്ങി പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടി ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് ആവാം. കാരണം മാത്രം നമ്മൾ മരുഭൂമിയിൽ നോക്കുന്ന സമയത്ത് എന്താണ് ഇങ്ങനെ ഹാർഡ് ആൻഡ് വാക്സി ആയിട്ടുള്ള ലീവ്സ് നമ്മൾ കാണാറുണ്ട്. ഓക്കെ, ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത്. ടിന്നി ലീവ്സ് അതും കറക്റ്റ് തന്നെയാണ്. കാരണം ചെറിയ ഇലകളാകുമ്പോൾ എന്താണ് മറ്റേ ഇവാപറേഷൻ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അതും രണ്ടാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ് ഇതും കറക്റ്റ് ആണ്. സർഫസ് ഏരിയ കുറയും. സർഫസ് ഏരിയ കുറയുമ്പോൾ എന്താണ് ഇവാപറേഷൻ കുറയും. അതുവഴി വാട്ടർ ലോസ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, 1, 2, 3 എല്ലാ സിമിലും ശരിയാണെന്ന് നമുക്കറിയാം. സോ 2ന്റെ ആൻസർ എന്താണ്? ഡോഗ് ആണ്. ഓക്കെ, സോ സെക്കൻഡ് ഡോഗ് ആണ്. ഇത് തേർഡിലേക്ക് വരാം. ഇത് രാജസ്ഥാൻ ഹാസ് ദ ഹൈയസ്റ്റ് NSSO 70th റൗണ്ട് സർവേ ആണ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സിൽ. രാജസ്ഥാൻ ഹാസ് ദ ഹൈയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ് ആൻഡ് റൂറൽ ഹൗസ് ഹോൾഡ്സ്. രാജസ്ഥാനാണ് ഹൈയസ്റ്റ് പെർസെന്റേജ് ഷെയർ ഉണ്ടെന്ന് പറയുന്നത്. ആയിരിക്കുമോ? രാജസ്ഥാൻ ഒരു ഡെസേർട്ട് ഏരിയ ആണ്. അപ്പോൾ ഹൈയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ് ഉണ്ടാവില്ല എന്നാ തോന്നുന്നു. ഔട്ട് ഓഫ് ദി ടോട്ടൽ അങ്ങനെ 1 വെട്ടിക്കഴിഞ്ഞാൽ പറ്റില്ല. ഔട്ട് ഓഫ് ദി ടോട്ടൽ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് ഇൻ ഇന്ത്യ ലിറ്റിൽ ഓവർ 60% ബിലോങ്സ് ടു OBC. 60% OBC എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലുള്ള കാസ്റ്റ് OBC ആണ്. അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ 60% OBC ആണ് പറഞ്ഞാണെങ്കിൽ ആവാം. പക്ഷെ എന്നാലും ഉറപ്പില്ല. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ വിടുവാണ്. ഇനി 3, 4, 5 നോക്കാം. 5 ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പർട്ടിക്കുലർ ലോ ഇൻ ദി 9th ഷെഡ്യൂൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് ശരിയാണെന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ദി വാലിഡിറ്റി ഓഫ് ലോ പ്ലേസ് ഇൻ ദി 9th ഷെഡ്യൂൾ cannot be examined in any court and no judgment can be made on it. ഇത് തെറ്റാണ്. കാരണം നമ്മളൊന്ന് നേരത്തെ കുറച്ച് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷേ ഒന്ന് വായിച്ചു പറഞ്ഞാൽ കേസ് ഭാരതത്തിൽ കേസ് ശേഷം 1973 March 24 ശേഷം 9th ഷെഡ്യൂളിന്റെ സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അമെൻഡബിലിറ്റി ഉണ്ട്. കാരണം അത് ലക്ഷ്മികാന്തൊക്കെ പറയുന്നതാണ്. സോ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം എന്താണ്? 1 ഓൺലി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. 1 ഓൺലി ആണ്. അപ്പൊ 5ന്റെ ഉത്തരം എന്താണ്? A ആണ്. അടുത്ത് നോക്കാം, മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഇതൊന്ന് വായിച്ചു നോക്കാം. ദ ഇൻസെന്റീവ് ഗിവൺ ബൈ ബാങ്ക് ടു മെർച്ചന്റ് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെന്റ് ത്രൂ ഡെബിറ്റ് കാർഡ് പെർട്ടൈനിങ് ടു ദാറ്റ് ബാങ്ക്. ഇൻസെന്റീവ് അല്ല ഇത് ആക്ച്വലി. ഓക്കെ, ഇത് തെറ്റാണ്. The amount paid by the banks to their customers when they use debit cards for financial transaction for purchasing goods or service. Bank customers provide ചെയ്യുന്നതല്ല. Okay, the charge to a merchant by a bank for accepting payment from his customers to bank's debit cards. ഇതാണ് ശരിയായ ഓപ്ഷൻ. കാരണം ഇത് ഒരുപാട് പത്രത്തിലൊക്കെ റീസെന്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എന്ത് ഒരു ട്രൂ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. The incentive given by government to merchants for promoting digital payments for their customers through point of sale machine അല്ല, ഇത് ഇൻസെന്റീവ് അല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ ചെയ്യാണ്. ഇതാണ് പത്രത്തിൽ ഒരുപാട് വന്നതാണ്. ഞാൻ നേരത്തെ ഇത്രയും വലിയ ഓപ്ഷൻസ് വായിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് ഒഴിവാക്കിയതാണ്. കാരണം കറക്റ്റ് ആയിട്ട് ഈ മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് എക്സാക്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. പക്ഷെ വായിച്ചപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സോ ഇതിന്റെ ഉത്തരം എന്താണ്? C ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ കറക്റ്റ് ഇതിന്റെ C ആണ്. ഓക്കെ, അപ്പോൾ 6ന്റെ ആൻസർ C ആണ്. 7 കോൺസിക്വൻസ് ആണ് ചോദിക്കുന്നത്. ന്യൂക്ലിയർ മെമ്പർ ഇറ്റ് വിൽ ഹാവ് ആക്സസ് ടു ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യന്റ് ന്യൂക്ലിയർ ടെക്നോളജി. നമുക്കറിയാം നമ്മൾ NSCയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എഫിഷ്യന്റ് ന്യൂക്ലിയർ ടെക്നോളജി ഇത് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. ആക്സസ് കിട്ടുന്ന പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൽ മെമ്പർഷിപ്പ് ഇന്ത്യ NSCയിൽ മെമ്പർ ആവാൻ ശ്രമിക്കുന്നു. സോ ഇത് ശരിയാണെന്ന് വിചാരിക്കാം. ഇറ്റ് ഓട്ടോമാറ്റിക്കലി ബിക്കം ദി മെമ്പർ ഓഫ് NPT. അങ്ങനെ ആവില്ല. കാരണം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഒന്നാമത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. ഒന്നാമത് ഒരു ഓർഗനൈസേഷൻ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വേറൊരു ഓർഗനൈസേഷൻ ആവാൻ സാധ്യത കുറവാണ്. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ NSCയിൽ മെമ്പർഷിപ്പ് പോകണമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ സ്റ്റാൻഡിൽ ഇന്ത്യ NSCയിൽ മെമ്പർഷിപ്പ് പോകണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ ഒരിക്കലും എന്ത് ചെയ്യില്ല. NPTയിലെ മെമ്പർഷിപ്പ് ഈ നോൺ പ്രൊഫഷണൽ ട്രീറ്റ് ഇത് ഹൈലി ഡിസ്ക്രിമിനേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ഇതിന് അഗേൻസ്റ്റ് ആണ്. അപ്പൊ NSCയിൽ മെമ്പർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി NPT ആവുന്നെങ്കിൽ എന്താണ് ഇന്ത്യ ഒരിക്കലും NSCയിൽ മെമ്പർ ആവാൻ ഇത്രയും ക്യാമ്പയിൻ നടത്തില്ല. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. സോ 2 തെറ്റായതുകൊണ്ട് നമുക്ക് ആൻസർ എന്താണ്? 1 ഓൺലി. ഓക്കെ, സോ 7ന്റെ ആൻസർ ചെയ്യാണ്. Equalization tax. It is introduced as a part of income tax. Income tax ആണോ? വലിയ ഉറപ്പില്ല. ഈക്വലൈസേഷൻ ടാക്സ് ഇൻകം ടാക്സിന്റെ ഭാഗമായിട്ടാണോ വന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പില്ല. നോൺ റെസിഡന്റ് എൻറ്റിറ്റീസ് ദാറ്റ് ഓഫർ അഡ്വർടൈസ്മെന്റ് സർവീസ് ക്യാൻ ക്യാരി ക്ലെയിം. വലിയ ഐഡിയ ഇല്ല കേട്ടോ. സത്യം ഈക്വലൈസേഷൻ ടാക്സ് ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കറക്റ്റ് ധാരണ ഇല്ല. ഞാൻ ജസ്റ്റ് വായിച്ചു പോയതാണ്. അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. 9 വായിക്കാം. The Fiscal Responsibility and Budget Management Review Committee report has recommended a GDP ratio of 60% for general government by 2023. കൊല്ലം അതാണ് തോന്നുന്നുണ്ട്. കോംപ്രൈസിംഗ് 40% ഫോർ സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, 20% ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, അത് കൂടുതലാണ്. സെൻട്രൽ ഗവൺമെന്റ് ആണ് കൂടുതൽ ഇത് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെന്റ് കുറവാണ്. ഇത് ശരിയാണോ തോന്നുന്നുണ്ട്. അടുത്ത് വായിക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ഡൊമസ്റ്റിക് ലയബിലിറ്റി 21% GDP as compared to 49% GDP സ്റ്റേറ്റ് ഗവൺമെന്റ്. എന്തായാലും ഡൊമസ്റ്റിക് ലയബിലിറ്റി കൂടുതൽ സെൻട്രൽ ഗവൺമെന്റിനായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ 21-40 കാരണം ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റാണ് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെന്റ് കുറവാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് കൂടുതൽ ഫിനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള പവറും കൂടുതലൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും കൂടുതൽ ലയബിലിറ്റി എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് തെറ്റാണെന്ന് വിചാരിക്കുകയാണ്. As per the Constitution of India, it is mandatory for a state to take the central government consent for raising any loan if the former owes any outstanding liabilities later. ഇതറിയില്ല. അപ്പോൾ നമുക്കുള്ള എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. 2 എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 എന്തായാലും 1 and 3. അപ്പോൾ നമുക്ക് 1 ആണോ 1 and 3 ആണോ സംശയം. As per the Constitution of India, it is mandatory. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം mandatory ആണ് സ്റ്റേറ്റിന് സെൻട്രൽ ഗവൺമെന്റിന്റെ കൺസെന്റ് വേണം ഒരു ലോൺ റൈസ് ചെയ്യണമെങ്കിൽ.
എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. ശരിക്കും അങ്ങനെ തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ലോൺ എടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ സ്റ്റേറ്റിന് വേണമെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്താണ് കുറെ ലോൺ എടുത്തിട്ട് ഫിസിക്കൽ ഇംബാലൻസ് തെറ്റിക്കാൻ സാധ്യതയില്ലേ. ഞാനിത് ഒരു പോസിറ്റീവ് ലോജിക്കിൽ ഇത് ശരിയായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. സോ ഇതാണ് 1 and 3 ആണ് ഞാൻ കൊടുക്കുന്നത്. 9 സി ആണ്. ഓക്കെ. ഇനി അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ ഈസ് മോർ ദാൻ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ദി എഡിബിൾ ഓയിൽസ് ഇൻ ലാസ്റ്റ് 5 years. സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഒരു ഐഡിയ ഇല്ല. എന്നാലും നോക്കി നോക്കാം. ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ലാസ്റ്റ് 5 years ഒക്കെ എന്താണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷനൊക്കെ കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് 5 years ഇടയ്ക്കെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതിന്റെ മൈൻഡിൽ വരുന്നത് എപ്പോഴെങ്കിലും. പക്ഷേ അതാണ് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല കൂടിയിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും ഒരു ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഒക്കെ കൂടാൻ ഉള്ള അല്ല എപ്പോഴെങ്കിലും ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ടാവാം. ഏതെങ്കിലും ഹാർവസ്റ്റ് സീസണിലൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ ഇത് തെറ്റാന്ന് എടുക്കുകയാണ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ മോർ ദാൻ ഡൊമസ്റ്റിക് ഏതെങ്കിലും ഒരു വർഷമൊക്കെ വ്യത്യാസം ഒരു ഫ്ലക്ച്വേഷൻ സംഭവിക്കാന്നുള്ളൊരു ധാരണയിലാണ് എടുക്കുന്നത്. എനിക്ക് ജസ്റ്റ് ഒരു അസംഷൻ മാത്രമാണ് അങ്ങനെ ആയിരിക്കാന്നുള്ളത്. അതൊരു ലോജിക്കിനെ പുറത്ത് എടുക്കുന്നതാണ്. പക്ഷേ ഫാക്ട് ബേസ് സപ്പോർട്ട് എനിക്കില്ല. ദി ഗവൺമെന്റ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റംസ് ഡ്യൂട്ടി. കാരണം പേപ്പർ എന്തായാലും ടഫാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ക്വസ്റ്റൻസ് റിസ്ക് എടുത്ത് അറ്റംപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം കുറച്ച് അറ്റംപ്റ്റ്സ് ചെയ്യണമെങ്കിൽ ദി ഗവൺമെന്റ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റംസ് ഡ്യൂട്ടി ഓൺ ഓൾ ഓഫ് ദി ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസ് സ്പെഷ്യലി. ഇതെന്തായാലും അല്ല. ഓൾ ദി ഇമ്പോർട്ട് ഓയിൽസ് ഒരു എല്ലാ ഇമ്പോർട്ട് ഓയിൽസിനും ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റംസ് ഡ്യൂട്ടി. എനി കസ്റ്റംസ് ഡ്യൂട്ടി ആണ് ഓൾ. അങ്ങനെ 2-3 എക്സ്ട്രീംസ് ഉണ്ട്. വളരെ എക്സ്ട്രീം ആണ്. ഒരു കസ്റ്റംസ് ഡ്യൂട്ടിയും ഒരു ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽസിനൊന്നും ഇതാക്കുന്നില്ല, സ്പെഷ്യൽ കേസ് ആയിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തെറ്റാണ്. അപ്പൊ എന്തായാലും ഇത് തെറ്റാണെന്നുള്ള എനിക്ക് ഉറപ്പാണ്. സോ 2 തെറ്റാണെന്നുള്ളതാണ് ഞാൻ ഓൺലി ബോത്ത് 1 and 2 കൂത്താണ്. പിന്നെ 50-50 ആണ്. ഇതെനിക്ക് എടുത്തേ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് കാരണം 50-50 ആണ് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു പോസിബിലിറ്റി തോന്നുന്നത് എന്താണ് 1 തെറ്റാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാണ് നെയ്തറാണ് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ 10ന്റെ ആൻസർ ഡി ആണ് എടുക്കുന്നത്. ഇനി അടുത്ത് നോക്കാം. ഹിയർ റോട്ട് ദി ബയോഗ്രഫീസ് ഓഫ് മാസനി. ഇത് അറിയില്ല, അത് അടുത്ത റൗണ്ടിൽ ചെയ്യാം. എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇനി ഇത് നോക്കാം. ആധാർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓർ ഡൊമിസൈൽ. അതല്ല നമുക്ക് കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റേറ്റ് നോക്കാം. വൺസ് ഇഷ്യൂഡ് ആധാർ നമ്പർ കാനോട്ട് ബി ഡീആക്ടിവേറ്റഡ് ഓർ ഒമിറ്റഡ് ബൈ ഇഷ്യൂയിങ് അതോറിറ്റി. അത് അങ്ങനെ മരിച്ച ആൾക്കാർ എന്ത് ചെയ്യും? മരിച്ച ആൾക്കാരുടെ ആധാർ അങ്ങനത്തെ നിൽക്കും ഇല്ല. മരിച്ച ആധാറൊക്കെ ഡീആക്ടിവേറ്റ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി കാനോട്ട് ബി ഡീആക്ടിവേറ്റ് എന്നല്ല പറയുന്നത്. പക്ഷേ ആ മരിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീആക്ടിവേറ്റ് വേണ്ടി വരും. ഇതെന്താണ്? ഇതും തെറ്റാണ്. ഓക്കെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം ആധാർ മാറ്റാൻ സാധ്യത ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. സോ നെയ്തറാണ്. 12ന്റെ ആൻസർ ഡി ആണ് വെച്ചത്. ഓക്കെ. സോ 12 ഡോഗ്. 13 ഇത് അറിയില്ല. സംഖ്യ ഏതാണെന്ന് അറിയില്ല. റൂൾ ഓഫ് ലാൻഡ്സ് അറിയില്ല. ഫാക്ച്വൽ ആണ്. 15 അതും അറിയില്ല. അതൊന്നും ഭയങ്കര ഒറ്റപ്പാടാണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. 16 അറ്റംപ്റ്റ് ചെയ്താണ്. 17 ഇത് ഐഡന്റിഫൈ ആധാർ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ഓപ്പൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നുള്ളതാണ്. It can be integrated into any electronic device. പറ്റോ ഇനി എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല. അടുത്തേക്ക് വരാം. ഇത് വായിക്കാം. With reference to Parliament of India, which of the following parliamentary committees scrutinizes and reports to the House whether the powers to make regulations, rules and sub-rules, bylaws, etc. conferred by the Constitution delegated the Parliament for exercise executive within the scope of delegation. അതായത് ഇതെന്തായാലും ഒരു ഡെലിഗേഷൻ ആണ്. അതായത് എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെലിഗേഷൻ ആണ്. ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും കമ്മിറ്റി ഓൺ ഗവൺമെന്റ് അഷുറൻസ് അങ്ങനെ ഇത് എനിക്ക് ഫാക്ച്വലായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. ഇത് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. അതായത് ഇത് തന്നെയാണ്. ഇതാണെന്നാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. കാരണം പാർലമെന്റ് എന്താണ് ഒരു പാർലമെന്ററി കമ്മിറ്റി സബ് റൂൾസും ബൈലോസും ഒക്കെ എന്താണ് ഡെലിഗേറ്റ് ചെയ്യണം. പാർലമെന്റ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് നോക്കുന്നുള്ളതാണ്. അപ്പൊ ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്? സബോർഡിനേറ്റ്സിനാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ഡെലിഗേഷൻ, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഇതിനേക്കാളും രണ്ടിനേക്കാളൊക്കെ ഈ ഒരു കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ അത് തന്നെയാണ്. കാരണം ബാക്കി ഗവൺമെന്റ് അഷുറൻസ് ആണെങ്കിലും റൂൾസ് കമ്മിറ്റി ആണെങ്കിലും BSc ആണെങ്കിലും ഇതിൽ കാര്യമായിട്ട് ബന്ധം വരുന്നില്ല. സോ കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ തന്നെയാണ്. ഇത് ലക്ഷ്മികാന്തിൽ പറയുന്നതാണ്. സോ 20 ഉത്തരം എന്താണ്? ബോക്സ് ആണ്. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം. 21 ആസ് പെർ ദി RTA എഡ്യൂക്കേഷൻ. ഇത് എനിക്ക് അറിയില്ല, വലിയ ധാരണയൊന്നുമില്ല. അത് ഇതാണ് അടുത്തേക്ക് ചെയ്യാം. 22 അറ്റംപ്റ്റ് ചെയ്താണ്. 23 നോക്കാം. ദി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് റീപ്ലേസ് ദി പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഇതാവാൻ സാധ്യതയുണ്ട്. കാരണം 2 ദിവസം ഒരേ സ്പിയറിനെയാണ്. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ടിന് മറികടന്ന് വന്നാലുള്ള സാധ്യത കൂടുതലാണ്. ശരിയാണ്. കാരണം 2 പറയുന്നതല്ല. പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ഫുഡ് സേഫ്റ്റി തന്നെയാണ്. The Food Safety and Standards Authority (FSSAI) is under charge of Director General of Health Service in the Union Ministry of Health and Family Welfare. FSSAI Union Ministry of Health and Family Welfare ആണെന്ന് എനിക്കറിയാം.
പക്ഷേ ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ആണോ എനിക്ക് അറിയില്ല. ഞാൻ എന്തായാലും ആണെന്ന് വിചാരിക്കുകയാണ്, കാരണം ഇത് രണ്ടും ലിങ്ക് ആയി വരുന്നതുകൊണ്ട് ഇനിഷ്യൽമെന്റ് ശരിയായിട്ട് എടുക്കണം. സോ 23 ശരിയായിട്ട് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ട്യൂസ്ഡേ സൊല്യൂഷൻ നമ്മൾ അറ്റൻഡ് ചെയ്താണ്. 25 നോക്കാം. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്. The families coming under the category of below poverty line only are eligible to receive subsidized food. ഇത് നമ്മൾ തെറ്റിട്ടുണ്ട്. APL ഉണ്ട്. The eldest woman in a household of age 18 years or above shall be. അപ്പോൾ 1 എന്തായാലും തെറ്റാണെന്ന് പറയാം. സോ 1 എലിമിനേറ്റ് ചെയ്യാം. ഇനി 2 or 3 ഏതോ ഒന്നാണ് ശരി. The eldest woman in a household of age 18 years or above shall be the head of the household for the purpose of issuance of ration card. ഇത് വേണമെങ്കിൽ ശരിയാവാൻ സാധ്യതയുണ്ട്, കാരണം എൽഡസ്റ്റ് വുമൺ ഒരു വുമൺ എംപവർമെന്റിന്റെ ഭാഗമായിട്ട് അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഗവൺമെന്റ് ആഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. Pregnant women and lacting mothers are entitled to take home ration of 1600 calorie per day during pregnancy and for 6 months thereafter. ഇത് വരാനുള്ള സാധ്യത കുറവാണ്, കാരണം ഇതിനു വേണ്ടി വേറെയും കുറെ സ്കീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു pregnant woman and lacting woman വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാവാൻ സാധ്യതയെക്കാളും കൂടുതൽ എൽഡസ്റ്റ് വുമനെ കൊടുക്കാനുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും 2 ഓൺലി എന്നുള്ള ഓപ്ഷനാണ് എടുക്കുന്നത്. സോ 25 ആൻസർ ബോക്സ് ആണ്. ഓക്കെ, 27 വലിയൊരു സോഷ്യോഗ്രഫി കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. 28 നോക്കാം. Beam app allows the user transfer money to anyone within UPI enabled bank account. ഞാൻ നോക്കുകയാണെങ്കിൽ Beam app നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ അത് വെച്ചിട്ട് UPI enabled ആയിട്ടുള്ള ആർക്കാണെങ്കിൽ അയക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിയോൺ വലിയ പ്രശ്നമൊക്കെ എനിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കുന്ന ആൾക്കാർക്കെല്ലാം അയക്കാന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ എന്തായാലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് എടുക്കാനാണ് എനിക്ക് താല്പര്യപ്പെടുന്നത്. സോ ഞാൻ എന്തായാലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറഞ്ഞെടുക്കാം. ഓക്കെ, സോ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. While chip in debit card has 4 factors of authentication, Beam has only 2 factor authentication. Beamന്റെ 2 factor authentication ആണ്. ഓക്കെ, ആദ്യം നമ്മൾ പാസ്വേഡ് അടിക്കും, പിന്നെ നമുക്ക് പിന്നീട് പാസ്വേഡ് വയ്ക്കും. ഇപ്പോൾ 2 factor authentication ആയിരിക്കും. പക്ഷേ ചിപ്പിന് 4 factor authentication ഉണ്ട്. 4 എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഞാൻ തെറ്റിട്ടാണ്. സോ 1 ഓൺലി ആണ് കൊടുക്കുന്നത്. സോ ഇതും ഡയറക്റ്റ് ഹിറ്റ് ആണ്. സോ ഇത് രണ്ടും പോയി. ഇത് ഉറപ്പില്ല, എന്നാലും കൂടി എനിക്ക് മോസ്റ്റ് പ്രോബ്ലി ഇതാണ് തോന്നുന്നത്. സോ 28 ആൻസർ എ. അടുത്ത് 29. Among the following cities, which one lies on a longitude closest to that of Delhi? Okay, അപ്പോൾ ഡൽഹിക്ക് ഏറ്റവും ഇതായി കിടക്കുന്ന ഒരു ഇതാണ് ചോദിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിറ്റിയിൽ ഇത് ഡൽഹിയിൽ നമുക്ക് കന്യാകുമാരി എന്നൊരു ഹൈവേ ഉണ്ട്. ആ ഹൈവേ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ഈ ബാംഗ്ലൂർ വരുന്നതാണ്, ഹൈദരാബാദ് വരാം, നാഗ്പൂർ വരാം, പൂനെ വരില്ല. ഓക്കെ, അപ്പോൾ പൂനെയാണ് നമുക്ക് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോങ്ങിറ്റ്യൂഡ് ആണ് ചോദിക്കുന്നത്. ലോങ്ങിറ്റ്യൂഡ് ക്ലോസസ്റ്റ് ആയിട്ട് ഡൽഹി. അപ്പോൾ ഹൈദരാബാദിനെക്കാളും കുറച്ചും കൂടി ക്ലോസസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ബാംഗ്ലൂരാണ്. അപ്പോൾ ഹൈദരാബാദും മട്ടാം. പക്ഷേ ഈ നാഗ്പൂരും ബാംഗ്ലൂരും തമ്മിൽ ഭയങ്കര കൺഫ്യൂഷൻ ആണ്. ബാംഗ്ലൂരാണോ നാഗ്പൂരാണോ എനിക്ക് ചെയ്ത് ചലഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാലും 2 റൗണ്ട് എലിമിനേറ്റ് ചെയ്ത് വെച്ചോണ്ടും ഇനി 3rd റൗണ്ട് വരാൻ സമയം ഉണ്ടാവും എനിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്, കാരണം അത്രയും ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം തന്നെ ആ റിസ്ക് എടുക്കുകയാണ്. പക്ഷേ എൻ്റെ മൈൻഡിൽ ഭയങ്കരമായിട്ട് പറയുന്നത് എനിക്ക് കറക്റ്റ് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, എക്സൈറ്റ് പറ്റുന്നില്ല. എന്നാലും കുറച്ചും കൂടി എനിക്ക് പ്രോബിലിറ്റി തോന്നുന്നത് നാഗ്പൂരാണ്. സോ ഞാൻ നാഗ്പൂരാണ് ചൂസ് ചെയ്യുന്നത്. ബാംഗ്ലൂർ ഇത് ശരിയാണോ എനിക്ക് അത് ഉറപ്പില്ല, എന്നാലും ഞാൻ സെക്കൻഡ് റൗണ്ടിൽ ഏറ്റവും റിസ്ക് എടുത്ത് 50-50 അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, 29 സി. 30 നമ്മൾ അറ്റംപ്റ്റ് ചെയ്താണ്. 31 അറ്റംപ്റ്റ് ചെയ്താണ്. 32 നോക്കാം. 32 അറിയില്ല. വാല്യൂ ഓഫ് ഫോളോവേഴ്സ് ടീച്ചറിന്റെ അത് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. പ്രസന്റേഷൻ അടുത്ത ഓപ്ഷൻ അടുത്തിലേക്ക് വരാം. അഡീഷണൽ പ്രോട്ടോകോൾ ആണ്. അഡീഷണൽ പ്രോട്ടോകോൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. ഓക്കെ, അഡീഷണൽ പ്രോട്ടോകോളിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ ദ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കം അണ്ടർ ദിസ് IAEA. അപ്പോൾ നമ്മുടെ അഡീഷണൽ പ്രോട്ടോകോൾ എന്താണെന്ന് ചോദിക്കുന്നത്. ഇന്ത്യ നമ്മൾ റാറ്റിഫൈ ചെയ്യുന്ന അഡീഷണൽ പ്രോട്ടോകോൾ. അപ്പോൾ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് കം അണ്ടർ IAEA സേഫ് ഗാർഡ്സ് അറിയില്ല. The military nuclear legislation come under the inspection of IAEA. വേണമെങ്കിൽ ആവാം. The country will have the privilege to buy uranium from NSC. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു അറ്റോമിക് എനർജി ഏജൻസി അഡീഷണൽ പ്രോട്ടോകോൾ ഒപ്പിട്ട് നമുക്ക് NSCയുടെ യുറേനിയം വാങ്ങാൻ വേണ്ടി പറ്റും. നമ്മൾ NSC മെമ്പർഷിപ്പ് നോക്കുന്നത് അതില്ല എന്ന് പറയാം. കൺട്രി ഓട്ടോമാറ്റിക്കലി ബിക്കംസ് എ മെമ്പർ ഓഫ് NSC. ഇതുമില്ല. ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട് വേറെ ഓർഗനൈസേഷൻ, ഇത് രണ്ടും ഡിഫറെന്റ് ഓർഗനൈസേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ ഗ്യാസ് ഏജൻസി. അപ്പോൾ IAEAയും തമ്മിൽ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ള ചാൻസ് കുറവാണ്. സോ ഇത് നോക്കാം. ദ സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടർ കം അണ്ടർ ദി IAEA സേഫ് ഗാർഡ്സ് മിലിറ്ററി ന്യൂക്ലിയർ ലെജിസ്ലേഷൻ. നമുക്ക് ഈ രണ്ടെണ്ണത്തിൽ കൂടുതൽ പോസിബിലിറ്റി സിവിലിയൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സിനാണ്. കാരണം നമ്മൾ എന്ത് വന്നാലും നമ്മൾ ഈ മിലിറ്ററി ന്യൂക്ലിയർ ലെജിസ്ലേഷൻ നമുക്ക് വേറെ അങ്ങനെ മൂക്കിയാണ് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 33 ആൻസർ എ ആണ്. ഓക്കെ, ഇനി 35 നോക്കാം. 35ന്റെ ആൻസർ നോക്കാം. ഗ്ലോബൽ അലയൻസ് ഫോർ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ. Okay, which of the following statements are correct? Global GACS is an outcome of Paris Summit held in climate summit held in Paris. അത് അറിയില്ല. Membership of GACS does not create any binding obligations. അത് അറിയില്ല. India was instrumental in the creation of GACS.
സോ ഇതെന്തായാലും ഗ്ലോബൽ അലയൻസ് ഫോർ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആണ്. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ശരിയാവുന്ന സാധ്യതയുള്ള ഇന്ത്യയുടെ മെമ്പർഷിപ്പ് ആണ്. കാരണം ഇപ്പോൾ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ആണ് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമ്മളൊരു മെമ്പർ ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ 3 ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ 2 എലിമിനേറ്റ് ചെയ്യാണ്. പിന്നെ പാരീസിലെ എഗ്രിമെന്റ് എന്ന് വന്നാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ പാരീസിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം കേട്ടിട്ടില്ല. പാരീസ് ഞാൻ പഠിച്ചായിരുന്നു. പാരീസ് ഉണ്ടായിരിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അപ്പോൾ 1 എലിമിനേറ്റ് ചെയ്യാം. 1 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 and 3 ബൈൻഡിങ് ആയിട്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ ഒക്കെ അല്ലേ, ബൈൻഡിങ് ആയിട്ട് ഇപ്പൊ തന്നെ വെക്കാൻ സാധ്യത ഉണ്ടാവില്ല വിചാരിച്ചിട്ട് 2 and 3 അറ്റംപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 35 ആൻസർ സി ആണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യനെ കുറിച്ചുള്ള ചോദ്യത്തിൽ ഫോർമേഷൻ ഓഫ് ഇന്ത്യസ് ഓൺ ഇന്റർനെറ്റ് കമ്പനീസ് ലൈക്ക് ചൈന ഡിറ്റ്, ഇങ്ങനെ ഒരു ഇന്റൻഷൻ ഉണ്ടോ അറിയില്ല. Establish a policy for to encourage overseas multinational corporations that product big data to build their large data centers within our national geographic boundary. ഇങ്ങനെ എന്തായാലും ഇല്ല. മൾട്ടിനാഷണൽ കോർപ്പറേറ്റ്സിനെ ബിഗ് ഡാറ്റ കണക്ട് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ലാർജ് ഡാറ്റ സെന്റേഴ്സ് ഉണ്ടാക്കാന്നുള്ള അത്തരത്തിലുള്ള ഒരു തീരുമാനമൊന്നും ലഭിക്കില്ല. 2 എന്തായാലും ഇല്ല എന്നറിയാം. സോ ഇനി അടുത്ത് നോക്കാം, 3ാമത്തെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇനി 3 ഉണ്ട് എന്തായാലും ഉറപ്പ്. 2 എന്തായാലും ഇല്ല. സോ അപ്പോൾ നമ്മുടെ എന്താ ഡയറക്റ്റ് എലിമിനേഷൻ ആണ്. ഓക്കെ, സോ 3 ഓൺലി ആണ് ആൻസർ. കാരണം വെച്ചാൽ you can connect many of our villages to the internet and bring Wi-Fi to many of our schools, public places and major tourist centers. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ശരിയാണ്. ഓക്കെ, അപ്പോൾ 3 എന്തായാലും ശരി. കാരണം ഇത് നമുക്ക് അറിയാൻ ഒരു വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ് ആണ്. വൈഫൈ കൊണ്ടുവന്നിട്ട് സ്കൂൾസും പബ്ലിക് ആയിട്ട് സാധനത്തിൽ ലിങ്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും 3 ശരിയാണ്. 2 തെറ്റാവാൻ സാധ്യത കുറവ്. 2 കിട്ടുമ്പോൾ നമ്മൾ ആൻസർ ഡയറക്റ്റ് എടുക്കും. സോ 36 ആൻസർ എന്താണ്? ബോക്സ് ആണ്. ഓക്കെ, 37 നമ്മൾ അറ്റംപ്റ്റ് ചെയ്തതാണ്. 38 നോക്കാം. റെസിജറി പവേഴ്സ്, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല, ഇത് കറക്റ്റായിട്ട് അറിയില്ല. റെസിജറി പവേഴ്സ് പറഞ്ഞാൽ ഒരു തോന്നുന്നത് എന്താ വെച്ചാൽ റെസിജറി പവേഴ്സ് എപ്പോഴാണ് പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓർഗനൈസിംഗ് റെസിജറി പവേഴ്സ്. ഇന്ത്യ കേസ് ആണെങ്കിൽ സ്റ്റേറ്റ് ആണ്, ഒരു പക്ക ഫെഡറലിസ്റ്റ് ആണെങ്കിൽ അമേരിക്ക ആണെങ്കിൽ അവിടെ ഇന്ത്യ കേസ് ആണെങ്കിൽ സെൻറ്റർ ആണ്, ഒരു പക്ക ഫെഡറേഷൻ ആണെങ്കിൽ അവിടെ എന്താണ് സ്റ്റേറ്റ് ആയിരിക്കും. റെസിജറി പവേഴ്സ് ഏറ്റവും പവർഫുൾ ആൾക്കാരായിരിക്കും. ഇതിൽ ഏറ്റവും പവർഫുൾ ആയത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രൊവിൻഷ്യൽ ഗവർണേഴ്സ് അല്ല, പ്രൊവിൻഷ്യൽ ലെജിസ്ലേറ്റർ അല്ല, ഗവർണർ ജനറൽ ഫെഡറൽ ലെജിസ്ലേറ്റർ. ഇതിൽ ഏറ്റവും പവർഫുൾ ആയ ആള് ഗവർണർ ജനറൽ ആണ്. സോ ഞാൻ 38 എന്താണ് ബോക്സ് ആണ് ഉത്തരം. കാരണം നമുക്ക് കാര്യം അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ റെസിജറി പവർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം ഗവർണർ ജനറൽ ആണെന്ന് തോന്നുന്നു. സോ 38 ആൻസർ ബോക്സ് ആണ്. ഓക്കെ, the speaker of the legislative assembly shall vacate his office if he ceases to be a member of the assembly. ഇതെനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഞാൻ എടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ഹൗസിലെ മെമ്പർ ആയില്ലെങ്കിൽ പിന്നെ അതിന് സ്പീക്കർ ആവാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇത് ശരിയായിട്ട് എടുത്തു. whenever the legislative assembly is dissolved, speaker shall vacate his term office immediately. അങ്ങനെ പറ്റില്ല. സ്പീക്കർ ഇമ്മീഡിയറ്റ് വെക്കേറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും ആരെങ്കിലും ഒരാൾ അപ്പോയിന്റ് ചെയ്യും. ആരാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പ്രോട്ടോകോൾ സ്പീക്കർ അങ്ങനെ ആരാണെന്ന് അറിയില്ല. പക്ഷേ ആരെങ്കിലും ഒരാൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. അതുകൊണ്ട് അത് മിസ് ചെയ്യാൻ, അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഈ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ഒഴിവാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഞാൻ ഇത് എന്താണ് തെറ്റായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? എ ആണ്. ഓക്കെ, അപ്പോൾ 39 ആൻസർ സി. ഇനി അടുത്ത് 40 നോക്കാം. which one of the following reflects the most appropriate relation between law and liberty? അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. there are more laws, there is less liberty. ലോ കൂടുമ്പോൾ ലിബർട്ടി കുറയും, അങ്ങനെയാണോ? ലോ കൂടുന്നത് നല്ലതല്ലേ? ചില സമയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ലോ കൂടുന്നത്. അപ്പോൾ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബില്ലിനൊക്കെ ലോ കൊണ്ടുവന്നു. അപ്പോൾ അത് വെച്ചാൽ അവരുടെ ലിബർട്ടി കുറയുന്നുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. there are no laws, there is no liberty. ലോ ഒന്നും ഇല്ലെങ്കിൽ ലിബർട്ടി ഇല്ല. ചിലപ്പോൾ നമുക്ക് തോന്നാം ലിബർട്ടി ലോ ഒന്നും ഇല്ലെങ്കിൽ സുഖമല്ലേ, നടക്കാലോ, അങ്ങനെയാണോ? നല്ലൊരു അതൊരു അരാജകവാദമാണ്. പക്ഷെ എന്നാലും അതൊരു അനാർക്കിസ്റ്റ് ടെൻഡൻസി ആണെങ്കിൽ അതെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അടുത്ത് നോക്കാം. if there is liberty, laws has to be made by the people. അങ്ങനെ ഉണ്ടോ? ലിബർട്ടി ആണെങ്കിൽ ആൾക്കാരുടെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഡയറക്റ്റ് ഡെമോക്രസിയിലാണ് ആൾക്കാർ ഉണ്ടാക്കുന്നത്. ഇൻഡയറക്റ്റ് ഡെമോക്രസിയിലേക്ക് ആ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ മൊണാർക്സ് ഉണ്ട്. മൊണാർക്സിൽ ഇപ്പോൾ സൗദി അറേബ്യ അവിടെ മൊണാർക്കീസ് ഉണ്ട്. അവിടെ അത് ഉണ്ടാക്കുന്നത് മൊണാർക്സ് ആണ്. രാജാവും അവരൊക്കെയാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ചിലർക്ക് ലിബർട്ടി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന് പറയാൻ പറ്റില്ല. if laws are changed too often, liberty is in danger. ലോസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ ലിബർട്ടി ഡേഞ്ചർ ആണ്. അത് ശരിയാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നാണ് ഒരു ലിവിംഗ് ഡോക്യുമെന്റ് ആണ്. കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോസ് അങ്ങനെ തന്നെയാണ്. ചില ലോസ് നമുക്ക് അഡോപ്ഷനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പൊ അങ്ങനെ മാറ്റുന്ന സമയത്ത് ലോ ഓഫൻ ചേഞ്ച് ചെയ്യുന്ന ലിബർട്ടീസ് ഇൻ ഡേഞ്ചർ എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. ഓക്കെ, if there are no laws, there is no liberty. ഇതൊന്നും ആലോചിച്ചു. നമുക്ക് ലോ ഒന്നുമില്ല, ലിബർട്ടി ശരിക്കും ഉണ്ടോ? ശരിക്കും നമ്മളൊരു ബ്യൂറോക്രാറ്റിന്റെ പെർസ്പെക്റ്റീവ് ആലോചിക്കണം. നമുക്ക് രാജകവാദി അല്ലാണ്ട് ബ്യൂറോക്രാറ്റ്സ് പെർസ്പെക്റ്റീവ് ആലോചിച്ചാൽ ലോ ഒന്നും ഇല്ല എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു നിയമം ഇല്ലെങ്കിൽ എന്താ? നമുക്ക് ലിബർട്ടി ഇല്ല. കാരണം ബാക്കിയുള്ള ആൾക്കാർ കയ്യൊപ്പുള്ള കാര്യക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വത്തും പ്രോപ്പർട്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുപോകുക ചെയ്യും. അപ്പൊ എന്താണ്? നോ ലോ, നോ ലിബർട്ടി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. സോ എന്താണ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്നാണ് നോ ലോ. ലോ ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ ലിബർട്ടി ആർക്കും ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ there are no laws, then there is no liberty. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും കറക്റ്റ് ആൻസർ. സോ 40 എന്താണ്? ബോക്സ് ആണ് തോന്നുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റനൊക്കെ നമുക്ക് ഒരിക്കലും എവിടെയും വായിച്ചിട്ട് എടുക്കാനോ പഠിക്കാനോ പറ്റില്ല. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അത് ഒന്ന് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ നോക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ,
എടുത്ത് നമുക്ക് 41 നോക്കാം. 41 ആൻസർ നോക്കാം. നോ ക്രിമിനൽ പ്രൊസീഡിംഗ് ഷോൾ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് അഗെയിൻസ്റ്റ് ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ എനി കോർട്ട് ഡ്യൂറിംഗ് ഹിസ് ടൈം ഓഫ് ഓഫീസ്. അപ്പോൾ ഇത് നമ്മൾ വായിച്ചിരുന്നു, സിവിൽ പ്രൊസീഡിംഗ്സ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 2 months നോട്ടീസ് കൊടുത്തിട്ട് ക്രിമിനൽ പ്രൊസീഡിംഗ്സ് എന്തായാലും പറ്റില്ല, ഗവർണർക്കെതിരെ ആ ടൈം ഓഫീസിൽ ചെയ്യാൻ പറ്റില്ല. അത് ശരിയാണ്. ദി എമോൾമെന്റ്സ് ആൻഡ് അലവൻസ് ഓഫ് ദി ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഷാൾ നോട്ട് ഡിമിനിഷ് ഡ്യൂറിംഗ് ഹിസ് ടൈം ഓഫ് ഓഫീസ്. അപ്പോൾ ഈ ഗവർണറുടെ എമോൾമെന്റ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുമോ ചോദിച്ചാൽ അയാളുടെ ടേം ഓഫ് ഓഫീസ് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല. സംഭവം അയാൾ പ്രസിഡന്റ് ഓഫ് ദി പ്രസിഡന്റ് ആണെങ്കിൽ അയാളുടെ എമോൾമെന്റ്സും അലവൻസും ഒന്നും കൂടി കുറയ്ക്കാൻ പറ്റില്ല. ഇത് ലക്ഷ്മികാന്തിൽ അതിന്റെ ഒരു ഫാക്ട് ആണ്. 41 ആൻസർ സി ആണ്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ, ഇത് കുറെ പത്രത്തിൽ വന്നാണ്. ഈ രണ്ടെണ്ണമാണ് ഡൗട്ട്. ഡിഫൻസ് കൊളാബറേഷൻ ബിറ്റ്വീൻ ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ ആണ്. ആക്ച്വലി ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ അല്ല, ഇത് സൗത്ത് കൊറിയ ആൻഡ് US ആണ്. സോ ഇതല്ല. സോ ആൻ അമേരിക്കൻ ആന്റി മിസൈൽ സിസ്റ്റം. 43 സി ആണ്. 44 നോക്കാം. മോസ്റ്റ് ഓഫ് ദി ത്യാഗരാജ കൃതീസ് ആർ ഡിവോഷണൽ സോങ്സ് ഇൻ പ്രൈസ് ഓഫ് ലോർഡ് കൃഷ്ണ. ഇതാണ് തോന്നുന്നുണ്ട്. ത്യാഗരാജ ക്രിയേറ്റഡ് ന്യൂസ് രാഗാസ്, ഇതും ശരിയാവാൻ സാധ്യതയുണ്ട്. സോ കാരണം അയാളൊരു പുതിയ രണ്ട് ഇതാക്കാലോ. നമുക്ക് 1 ഉം 2 ഉം ശരിയാണെന്ന് പറയുമ്പോൾ തന്നെ എന്താണ് വരുന്നത്, നമുക്ക് എനിക്ക് ഉറപ്പില്ല. അടുത്തതിൽ ചെയ്യാം. 45 46 നോക്കാം. Which one of the following statement correctly describes the meaning of legal tenderment? The money which is tendered in courts of law to defray the free of legal cases. ഇതാണോ ഒരു കോർട്ടിൽ കൊടുക്കുന്ന ലീഗൽ കേസസ് ഫീ ആയിട്ട് കൊടുക്കുന്നതാണോ? അല്ല, അതല്ല ലീഗൽ ടെൻഡർമെന്റ്. The money which creditor is under compulsion to accept and settlement of his claims. ഇതാണ് തോന്നുന്നുണ്ട്. നമ്മൾ നോക്കാം. The bank money in the form of checks, drafts and bills and exchange. അതല്ല. The metallic money in circulation in the country. അതല്ല. ഇത് കേൾക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഞാനൊരു കടയിൽ പോയ സമയത്ത് ഇങ്ങനെ നമ്മൾ നോട്ട് കൊടുത്തപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്താൽ അവരുടെ പ്രശ്നം ഞങ്ങളല്ല, തൊട്ടപ്പുറത്തെ പ്രശ്നം. അപ്പോൾ അയാൾ പറഞ്ഞത് ലീഗൽ ടെൻഡർ മണി എന്നുള്ള ആർഗ്യുമെന്റ്സ് അന്നാണ് എൻ്റെ ഒരു ഇത് പറഞ്ഞത്. ഒരു ഡിസ്കഷൻ ഉണ്ടായവർക്ക് ഓർമ്മയുണ്ട്. ലീഗൽ ടെൻഡർ മണി നമ്മൾ കൊടുക്കുന്ന കാശ് എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യണം. ദ മണി വിച്ച് ക്രെഡിറ്റർ ഈസ് അണ്ടർ കമ്പൽഷൻ ടു അക്സെപ്റ്റ് സെറ്റിൽമെന്റ് ഓഫ് ക്ലെയിംസ്. നമ്മൾ കടം വാങ്ങിയിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ, നമ്മൾ 1000 രൂപ കൊടുത്താൽ അവർക്ക് 1000 പറ്റില്ല, 500 ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ അത് ആക്ച്വലി എന്താണ് ലീഗൽ ടെൻഡർ, അതൊരു ലീഗൽ ടെൻഡർ ആണ്. അപ്പോൾ അത്തരത്തിൽ നമുക്കത് പറയാം. അപ്പോൾ അത് എവിടെ വേണമെങ്കിലും പറയാം. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ജനറൽ ആയിട്ട് തമാശക്ക് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഞാൻ പഠിച്ച ഓർമ്മയിലൊന്നുമില്ല, ഇവിടെ ഇങ്ങനെ കേട്ടൊരു ധാരണയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി 46 ആൻസർ ബി ആണ് തോന്നുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രാക്ടിക്കൽ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കാം. If a commodity is provided free to the public by the government, then the opportunity cost is 0. ഒരു കമ്മോഡിറ്റി ഫ്രീ ആയിട്ട് പബ്ലിക്കിന് കൊടുക്കണം. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0 ആണ്. എന്തായാലും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് 0 അല്ല, ഫ്രീ ആയിട്ടല്ലേ കിട്ടും. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. The opportunity cost is transferred from the consumers. അത് ശരിയാണ്. കൺസ്യൂമേഴ്സ് ഓഫ് ദി പ്രൊഡക്റ്റ് ടു ദി ടാക്സ് പേയിങ് പബ്ലിക്. ഉറപ്പില്ലായിരുന്നു വായിക്കാം. The opportunity cost is transferred from the consumer of the product to the government. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ട്രാൻസ്ഫർ ഉണ്ട് നമുക്കറിയാം, കാരണം കമ്മോഡിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കണം. ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺസ്യൂമർ എന്നാണെന്ന് അറിയാം, കാരണം കൺസ്യൂമർ ആണല്ലോ ഇത് കിട്ടുന്നത്. പക്ഷെ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഗവൺമെന്റിനേക്കാളും അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് ടാക്സ് പേ പബ്ലിക് ആണ്. കാരണം ഈ കാശ് ഗവൺമെന്റ് കിട്ടുന്ന ടാക്സ് പേ പബ്ലിക്കിലേക്ക് നല്ല. സോ ഇതിന്റെ ആൻസർ എന്താണ്? സി ആണ്. 47 ആൻസർ സി. 48. Increase in absolute and per capita real GNP do not connote a higher level of economic development. If economic development കൂടുന്നില്ല എന്ന് പറയുന്നത്, അത് റിയൽ പെർ ക്യാപിറ്റ റിയൽ GNP കൂടി, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, എക്കണോമിക് ഡെവലപ്മെന്റ് കൂടുന്നില്ല. എന്താ കാരണം എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഫെയിൽസ് ടു കീപ് ഫേസ് വിത്ത് അഗ്രികൾച്ചർ ഔട്ട്പുട്ട്. പക്ഷേ ഇത് ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഗ്രോത്ത് റിലേറ്റഡ് ആണ്. ഒരു ഗ്രോത്ത് കമ്മോഡിറ്റീസിലുള്ള മാറ്റം കൊണ്ട് എക്കണോമിക് ഡെവലപ്മെന്റിൽ വലിയ വ്യത്യാസം വരില്ല. അപ്പൊ ഇത് ഗ്രോത്ത് ആണ്. അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ഫേസ് ടു കീപ് ഫേസ് വിത്ത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, ഇതും എന്താണ് ഗ്രോത്ത് ആണ്. കാരണം ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവും, ഇതുണ്ടെങ്കിൽ ഇതുണ്ടാവും. ഇത് രണ്ടും നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, കാരണം രണ്ടും മാറി മാറി ഉണ്ടായാലും എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഇത് രണ്ടല്ല ഉത്തരം. പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്. ഈ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് പറഞ്ഞാൽ ഇതൊരു ഡെവലപ്മെന്റൽ ഫാക്ടർ ആണ്. ആക്ച്വലി റിയൽ GNP എന്താണ് പെർ ക്യാപിറ്റ അബ്സല്യൂട്ട് ആൻഡ് പെർ ക്യാപിറ്റ റിയൽ GNP കൂടുന്നുണ്ട്, പക്ഷെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. അതിന് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഗ്രോത്ത് ആണ്, ഇതും ഗ്രോത്ത് ആണ്. പക്ഷെ ഇത് നോക്കൂ, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് കൂടുകയാണെങ്കിൽ എന്തായാലും എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. എത്രത്തോളം പെർ ക്യാപിറ്റ കൂടിയാലും അബ്സല്യൂട്ട് പെർ ക്യാപിറ്റ കൂടിയാലും റിയൽ GNP കൂടിയാലും എന്തായാലും എന്ത് സംഭവിക്കില്ല, എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിക്കില്ല. കാരണം എന്താണ്, ഈ പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഇത് ഡെവലപ്മെന്റ് കമ്പോണന്റ് ആണ്. സോ ഇതാണ് ഇത് വരാനുള്ള സാധ്യത. ഇനി ഇമ്പോർട്ട് ഗ്രോ ഫാസ്റ്റർ ദാൻ എക്സ്പോർട്ട്, ഇതും എന്താണ് ഒരു ഗ്രോത്ത് റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ചോദിച്ചത് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഡെവലപ്മെന്റ് കമ്പോണന്റ് ഓക്കെയാണ്, ബാക്കി നമുക്ക് ഗ്രോത്ത് കമ്പോണന്റ് ആണ്. ഇത് മാത്രമാണ് ഡെവലപ്മെന്റ് കമ്പോണന്റ്. ഓക്കെ, സോ 48 ആൻസർ സി ആണ്. അല്ലെങ്കിൽ നമ്മൾ കുറെ ആലോചിച്ച് വേറെ ആലോചിച്ചാൽ കിട്ടും, കുറെ നമ്മുടെ സമയം. ഓക്കെ, 49
49 ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വൽസ് ഓഫ് എ കൺട്രി ടു അക്യുമുലേറ്റ് മോർ ക്യാപിറ്റൽ, ഇത് തെറ്റാണ് നമുക്കറിയാം. 1 നമുക്ക് തെറ്റിടാം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇപ്പോൾ 1 തെറ്റിടുന്ന സമയത്ത് 2 and 4 ഉള്ളത്. അപ്പോൾ ടാഞ്ചിബിൾ വെൽത്ത് എന്തായാലും വരില്ല. അക്യുമുലേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ വെൽത്ത്. ഇൻടാഞ്ചിബിൾ വെൽത്ത് നമുക്കറിയാം എന്താണ്, യുനെസ്കോ ഇൻടാഞ്ചിബിൾ വെൽത്ത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ കുറേ കഴിവ്, അത് നമ്മുടെ മ്യൂസിക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. അപ്പോൾ നോളജ് സ്കില്ലും ക്യാപിറ്റൽ കൂടുമ്പോൾ ഇൻടാഞ്ചിബിൾ വെൽത്ത് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്താണ് 2 and 4. ഓക്കെ, സോ ആൻസർ സി. 49 ആൻസർ സി ആണ്. അടുത്ത് നോക്കാം. ഡിസ്പൈറ്റ് ബീങ് ഹൈ സേവിംഗ് എക്കണോമി, ക്യാപിറ്റൽ ഫോർമേഷൻ മേ നോട്ട് റിസൾട്ട് ഇൻ സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട്. പറ്റും. അപ്പോൾ ഒരു ഹൈ സേവിംഗ് എക്കണോമി ആയിട്ട് കൂടി ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവും, സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഉണ്ടാവില്ല. എന്താ കാരണം ചോദിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ഇതുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും നമുക്ക് നോക്കുമ്പോൾ സേവിങ്സ് ഭയങ്കര കൂടുതലാണ്, പക്ഷേ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്നിട്ടും ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല. അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി വീക്ക് ആയതുകൊണ്ടാണോ, അങ്ങനെ മാത്രം ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാകാൻ പറ്റില്ല, കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ലിറ്ററസി കാരണമാണോ, അതും പറയാൻ പറ്റില്ല. ഹൈ പോപ്പുലേഷൻ, പക്ഷേ ഈ ഹൈ ക്യാപിറ്റലിന്റെ ഔട്ട്പുട്ട് റേഷ്യോ നോക്കും. അതായത് ക്യാപിറ്റലിന്റെ ഔട്ട്പുട്ട് റേഷ്യോ എന്താണ്, ഹൈ ആണ്. അപ്പോൾ ഇത് ഹൈ ആവുമ്പോൾ എന്താണ്, കുറെ ക്യാപിറ്റൽ വേണം. ഓക്കെ, അപ്പോൾ കുറെ ക്യാപിറ്റൽ ഉണ്ടായാലാണ്, അതായത് എത്ര ക്യാപിറ്റൽ ഉണ്ടായാലാണ് ഔട്ട്പുട്ട് ഉണ്ടാവുകയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്ര ക്യാപിറ്റൽ, അപ്പോൾ ഇത് വളരെ വലുതാണെങ്കിൽ എന്താണ്, എത്ര ക്യാപിറ്റൽ ഉണ്ടായാലും അതിനനുസരിച്ചിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഈ അപ്പോൾ അതാണ് ഹൈ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ ആണ് എന്തുണ്ടാവുന്നത്, ഇതിന്റെ ഒരു സിഗ്നിഫിക്കന്റ് ഇൻക്രീസ് ഔട്ട്പുട്ട് ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, സോ 50 ആൻസർ എന്താണ്, ഡോഗ് ആണ്. 51 നോക്കാം. ആഫ്റ്റർ സന്താൾ അപ്രൈസിംഗ് സബ്സിഡി ദ മെഷേഴ്സ്, കൊളോണിയൽ ഗവൺമെന്റ് മെഷേഴ്സ് ചോദിക്കുന്നത്. ദ ടെറിട്ടറീസ് കോൾഡ് സന്താൾ പെരഗനാസ് വർ ക്രിയേറ്റഡ്. ഇത് ഓക്കെയാണ്, കാരണം എന്ത് കഴിഞ്ഞാലും അവരൊരു സന്താൾ പെരഗനാസ് ഒരു സാധനം ഉണ്ടാക്കും. അവരൊരു എന്താണ്, ഇതൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്, എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അവരൊരു സന്താൾ പെരഗനാസ് പറഞ്ഞ ടെറിട്ടറി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നോക്കി. ഇറ്റ് ബിക്കം ഇല്ലീഗൽ ഫോർ സന്താൾ ടു ട്രാൻസ്ഫർ ലാൻഡ് ടു നോൺ സന്താൾസ്. കാരണം ഇത് ലാൻഡിന്റെ ട്രാൻസ്ഫർ ഒക്കെ ബന്ധപ്പെട്ടാണ് അവിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ ആ ലാൻഡ് ട്രൈബൽ ലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടി ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഗവൺമെന്റ് അവരുടെ കുറച്ച് അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താണ് സമ്മതിച്ചു കൊടുക്കാൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ നമുക്ക് അത്തരത്തിൽ സന്താള് നോൺ സന്താളിന് ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഇല്ലീഗൽ ആണെന്നുള്ള ഒരു കാര്യം ഉണ്ടായിട്ടിരിക്കാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ശരിയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ എന്താണ് ഇതിന്റെ രണ്ട് സിനിമ ശരിയാണ്. ഇതൊരു അസംഷൻ ആണ്, എനിക്ക് പക്ഷേ കുറച്ചൊരു ധാരണ അതിനെ കുറിച്ചിട്ടുണ്ട്. പക്ഷെ ട്രൈബൽ മൂവ്മെന്റ്സിന് മൊത്തത്തിലുള്ള ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. കാരണം എന്തെങ്കിലുമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യും, ആ ഒരു സന്താൾ പ്രസിംഗിന് ശേഷം അവരെ സൂചിപ്പിക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്യും. അപ്പോൾ ആ ഒരു അസംഷനിലാണ് ഇത് രണ്ടും ശരിയായിരിക്കുന്നത് ഞാൻ എടുക്കുന്നത്. ഓക്കെ, 51 ആൻസർ സി ആണ്. 52 economically one of the results of British rule in 19th century. നമുക്ക് നോക്കിയിട്ട് increase in export of Indian handicrafts ഇല്ല, കാരണം ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സിന് എക്സ്പോർട്സ് കുറയാൻ ചെയ്തു. ഗ്രോത്ത് ഇൻ നമ്പർ ഓഫ് ഇന്ത്യൻ ഓൺഡ് ഫാക്ടറീസ് അങ്ങനെയൊന്നുമില്ല, കാരണം യൂറോപ്യൻ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു, യൂറോപ്യൻ ഓൺഡ് ഫാക്ടറീസ് കൂടുതലായിരുന്നു. കൊമേഴ്ഷ്യലൈസേഷൻ ഇത് നമുക്ക് വേണമെങ്കിൽ നോക്കാം, കാരണം നമ്മൾ കുറെ കൊമേഴ്ഷ്യലൈസേഷൻ സംഭവിച്ചു. നമ്മൾ കോട്ടൺ, ജൂട്ട്, ഇൻഡിഗോ അത് വെച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്ലാന്റേഴ്സ് കൂടുതൽ വന്നു. ഇത് ശരിയാവാൻ സാധ്യതയുണ്ട്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ അർബൻ പോപ്പുലേഷൻ ഇല്ല, തെറ്റാണ്, കാരണം ഡീഅർബനൈസേഷൻ സംഭവിച്ചു. സോ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ശരിയായിരുന്നു. സോ 52 സി ആണ് ഉത്തരം. 53 നോക്കാം. 53 ഡൗട്ട് വന്നത് പവേഴ്സ് ഓഫ് ലെജിസ്ലേറ്റർ ഓഫ് ദ സ്റ്റേറ്റ് ഷോൾ ബി എക്സൈസ്ഡ് ഓൺ അണ്ടർ ദി അതോറിറ്റി ഓഫ് പാർലമെന്റ്. പാർലമെന്റ് പറയുന്ന പോലെ എന്താണ് ലെജിസ്ലേറ്ററിന്റെ പവർ, ആ പാർലമെന്റ് അതോറിറ്റിക്ക് താഴെ എന്താണ് ഈ ലെജിസ്ലേറ്ററിന്റെ പവർ എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, പവേഴ്സ് ഓഫ് ലെജിസ്ലേറ്റർ ഓഫ് ദാറ്റ് സ്റ്റേറ്റ് ഷോൾ ബി എക്സൈസ്ഡ് ബൈ ഓർ അണ്ടർ ദി അതോറിറ്റി ഓഫ് പാർലമെന്റ്. പാർലമെന്റ് താഴെ അതോറിറ്റി അല്ലെങ്കിൽ പാർലമെന്റ് ലെജിസ്ലേറ്ററിന്റെ പവർ ചെയ്യും. ഇത് പറഞ്ഞാൽ പ്രസിഡന്റ് ക്യാൻ മേക്സ് ദോസ് റിലേറ്റഡ് ടു പാർലമെന്റ് സ്റ്റേറ്റ്. ഈ രണ്ടെണ്ണത്തിൽ കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയി വരുന്നത്. നമുക്ക് പെട്ടെന്ന് ഇതാണ് ഉത്തരം തോന്നാൻ പറ്റും, പ്രസിഡൻസ് റൂൾ അല്ല. പക്ഷെ ഇതല്ല, ശരിക്കും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ പാർലമെന്റ്. കാരണം പാർലമെന്റിനാണ് ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവകാശം, പാർലമെന്റിനാണ്, പ്രസിഡന്റ് ലോ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ഓക്കെ, സോ 53 ആൻസർ എന്താണ്, ബോക്സ് ആണ്. 54 വലിയ ധാരണ രണ്ട് വീടാണ്. 55 GPS ടെക്നോളജി യൂസ് ചെയ്യുന്നത് ക്യാൻ ആണ്. GPS ടെക്നോളജി മൊബൈൽ ഫോൺസ് ഓപ്പറേഷൻ നമുക്കറിയാം, മൊബൈൽ ഫോൺ ഓപ്പറേഷനിൽ GPS യൂസ് ചെയ്യുന്നത്. ബാങ്കിങ് ഓപ്പറേഷനിൽ യൂസ് ചെയ്യാൻ, കാരണം പൈസ കൊണ്ടുപോകുന്ന ട്രാൻസ്ഫർ ട്രാക്ക് ചെയ്യാനും അവിടെ തരുമോ അതൊക്കെ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കൺട്രോളിംഗ് ദി പവർ ഗ്രിഡ് കൺട്രോൾ ചെയ്യാനും അതിനും GPS യൂസ് ചെയ്ത് തെറ്റൊന്നുമില്ല. സോ 1, 2, 3 ആണ് ഉത്തരം തോന്നുന്നു. അതൊരു ക്യാൻ എന്നുള്ളതും കൂടിയാണ് പോസിബിൾ ഓപ്ഷൻസ് എന്ന രീതിയിൽ ഞാൻ ബ്രോഡായിട്ട് ആലോചിക്കുന്നത്. സോ 55 ആൻസർ ഡി ആണ് കൊടുക്കുന്നത്. ഓക്കെ, The Reserve Bank of India manages and surveys of government of securities, but not any state government securities. അത് തെറ്റാണ്, കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് തരിക. 1 നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. 3 എന്തായാലും ഉണ്ട്. 2 നോക്കാം. Treasury bills are issued by the government of India. There are no treasury bills issued by the state governments. No treasury bills. എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതെങ്കിലും ഒരു ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യാന്നുള്ളൊരു ധാരണയാണ് എനിക്ക് തോന്നുന്നത്. അത് ലോജിക്കലായിട്ട് കണക്ട് ആണെന്ന് തോന്നുന്നില്ല, കാരണം ചിലപ്പോൾ ഒരു ട്രഷറി ബില്ല് ഒരു എക്സെപ്ഷന് പുറത്തൊക്കെ ചെയ്യാമല്ലോ. അത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ഇല്ലേ. ഞാൻ 2 തെറ്റാന്ന് വിചാരിക്കുകയാണ്.
So 3 ആണ്. Okay, 56 ന്റെ ആൻസർ ബി ബോക്സ് ആണ്. ഇനി അടുത്ത് 57 ആണ്. The Earth's magnetic field was reversed every few 100,000 years. Earth's magnetic field reverse ചെയ്യുന്നത് നമുക്കറിയാം. അത് ശരിയായിരിക്കും. While Earth was created more than 4,000 years, there was 54%. ഇത് തെറ്റായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ 21% ഓക്സിജൻ ഉണ്ട്. അപ്പോൾ അന്ന് 54% ഉണ്ടാവും. നമുക്ക് അത് തെറ്റിടാം. So 2 തെറ്റിട്ടു. അപ്പോൾ 1 ശരിയാണ് 3 ആണ്. When living organisms originated, they modified the early atmosphere of the Earth. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ലിവിംഗ് ഓർഗാനിസം ഉണ്ടായപ്പോൾ അവർ അവരുടെ മറ്റേ എന്താണ് ഇതുവഴി എന്താ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ വഴി എന്താണ് കാർബൺ ഡയോക്സൈഡിലേക്ക് ഓക്സിജന്റെ ഒക്കെ എടുത്ത് മാറ്റി നമുക്കറിയാം. സോ എന്താണ് 3 ശരിയാണ്. സോ 1 and 3. സോ 57 ആൻസർ സി ആണ്. ഇനി 58. ഇത് 58 ചെയ്താണ്. 59 നമുക്ക് നോക്കാം. പക്ഷെ ഇതെല്ലാം ഒരുപോലെ തോന്നുന്നുണ്ട്. അടുത്ത റൗണ്ടിൽ ചെയ്യാം. 60. The term sixth extinction ആണ് നോക്കുന്നത്. Widespread monoculture practice in agriculture and large-scale commercial farming which indiscriminate use of chemicals in many parts of the world that will result in loss of good native resources. അതല്ല. Fears of a possible collision of a meteorite with Earth in the near future in a manner it happened 65 million years ago that caused the mass extinction of many species in the universe. അതല്ല. Large-scale cultivation of genetically modified crops in many parts of the world, promoting the cultivation in other parts of the world which may cause disappearance of good native plants and loss of biodiversity. അതല്ല. Mankind overexploitation, misuse of natural resources, fragmentation of natural capital, destruction of ecosystem, pollution of plants. ഇതാണ്. ഇത് കുറെ അന്ന് പത്രത്തിൽ വന്നായിരുന്നായിരുന്നു. ഒരു 6th മാസ് എക്സ്റ്റിങ്ഷനെ കുറിച്ച് കുറെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും 4 സീൻ വായിക്കാനുള്ള ഒരു ഫിയർ കാരണമാണ് ഞാൻ ആഴ്ച കുറച്ച് ഒഴിവാക്കി. സെക്കൻഡ് സെഗ്മെന്റ് എന്താണ്? ഇത് 63D ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയ സെഗ്മെന്റ് വിടാണ്ടിരിക്കുക. വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന കാര്യം സിമ്പിൾ കാര്യമൊക്കെ ആയിരിക്കും. ഓക്കെ, 63 എന്താണ്? ഡി ആണ്. 61. With reference to Indian National Regional Navigation Satellite System, IRNS has 3 satellites in geostationary, 4 satellites in geosynchronous orbit. എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ എനിക്ക് 7 ഉണ്ട് 8 പക്ഷേ അത് ശരിയാണെന്ന് എടുക്കണം. 7 തന്നെ ആയിരിക്കും. കാരണം അത് ഇനി 3 ജിയോസ് സിംഗിൾസ് ആണോ 4 ജിയോസ്റ്റേഷൻ അങ്ങനെ മാറിക്കൊടുത്തോന്ന് എനിക്കറിയില്ല. ഞാൻ ശരിയാണെന്ന് എടുക്കണം. IRNS covers entire India and about 5,500 സ്ക്വയർ കിലോമീറ്റേഴ്സ്. ഇതല്ല, 1500 ഉള്ളൂ. നമുക്ക് ഇത്രയും വലിയ ടെക്നോളജിക്കൊന്നും ഉള്ള സമയമായിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. 2 തെറ്റാണ് ഇടാം. അപ്പോൾ തന്നെ ഇതായി ഇന്ത്യ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ബൈ ഫുൾ ഗ്ലോബൽ കവറേജ്. ഇത് തെറ്റാണ്. ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി 1 only ആണോ നൺ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 1 ശരിയാണെന്ന് ഞാൻ എടുക്കുന്നത്. സോ 61 ആൻസർ സി. 62. Consider the following phenomenon. Light is affected by gravity. അതറിയില്ല. 63 അറിയില്ല. 64 നോക്കാം. Bell to experiment artificial intelligence ആണോ എന്നുള്ളത് അറിയില്ല. ബ്ലോക്ക് ചെയിൻ ക്രിസ്പ് ആണെന്ന് അറിയാം. ഇത് എന്തൊരു വേറൊരു സാധനം എൻസൈം കട്ടിങ് ഒക്കെ എന്തൊരു എന്തൊരു എൻസൈമോ അങ്ങനത്തെയാണ്. അതൊരു ജനറ്റിക് എൻജിനീയറിംഗ് യൂസ് ചെയ്യുന്ന സാധനമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ധാരണയുള്ളത്. പാർട്ടിക്കൽ ഫിസിക്സ് അല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ റിസ്ക് എടുക്കുകയാണ്. സോ അത് വെട്ടി 64 ആൻസർ ബോക്സ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് പ്ലസ് കാർബൺ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ കാർബൺ ഫെർട്ടിലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വായിച്ചേക്കാം. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തോ കൂടുക എന്നുള്ള അർത്ഥമാണല്ലോ. അപ്പോൾ ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് എന്തോ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ശരിയായിരിക്കും. ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ഓഫ് എർത്ത് ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇവിടെ എന്തോ കൂടുകയാണ്. ഇൻക്രീസ് അസിഡിറ്റി ഓഫ് ഓഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഓക്കെ, ഇതിലും കൂടുന്നുണ്ട്. ഇത് ശരിയായിരിക്കും. Adaptation of all living being of Earth to the climate change brought about by the increased concentration of carbon dioxide in the atmosphere. ഇത് അഡാപ്റ്റേഷൻ ആണ്. ഇതല്ല. ഇനി നോക്കി നോക്കൂ. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബയോളജിക്കൽ പ്രോസസ് അല്ലേ? ഈ ഒരു ബയോളജിക്കൽ പ്രോസസ് ആണ്. അപ്പോൾ എന്തോ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് കൂടുതൽ. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത് ആണ്. ഓക്കെ, ഇതാണെങ്കിൽ ആവാം. ഇൻക്രീസ് ടെമ്പറേച്ചർ ഓഫ് എർത്ത്. ടെമ്പറേച്ചർ ഒരു ബയോളജിക്കൽ പ്രോസസ് അല്ല. ഇത് ഇൻക്രീസ് അസിഡിറ്റി ഓഫ് ഓഷൻ ആസ് എ റിസൾട്ട് ഓഫ് ഇതല്ല. അപ്പോൾ ഇതിൽ കൂടുതൽ ഓപ്ഷൻ എന്താ വരുന്നത്? ഇൻക്രീസ്ഡ് പ്ലാന്റ് ഗ്രോത്ത്. ഇത് റിസ്ക് ആണ്. എനിക്ക് അറിയില്ല. ലോജിക്കലി ഞാൻ എടുക്കുന്നതാണ്. സോ 65 ആൻസർ എ എന്ന് ചോദിച്ചത് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് വായിക്കാം. When the alarm of your smartphone rings in the morning, you woke up and tap it to stop the alarm, which causes your geyser to be switched on automatically. The smart mirror in your bathroom shows the day weather, also indicates the level of water in your overhead tank. After you take some groceries from your refrigerator for making bread, it recognises a shortage of stock in it and place an order supply fresh grocery. When you step out of your house and lock the door, all lights, fans, gases, and AC machines get switched off automatically. On your way to office, your car warns you about traffic congestion ahead and suggests an alternative route, and if you are late for a meeting, it sends a message to your office accordingly. So ഇത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. സിമ്പിൾ സാധനമാണ്. എമർജിംഗ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിച്ച് ഓൺ ഓഫ് ദി ഫോളോയിങ് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഇന്റർനെറ്റ് വെച്ചിട്ട് സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് ചെയ്യുന്ന കാര്യം.
ഇതൊരു ഡയറക്റ്റ് ആൻസർ ആണ്. 66 ബോക്സ് ആണ്. അത് വായിക്കാണ്ട് വീട്ടിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നോക്കാം. സോളാർ പവർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഇന്ത്യ is the third largest in the world in the manufacture of silicon wafers used in photovoltaics. തേർഡ് ലാർജസ്റ്റ് മാനുഫാക്ചർ ആണ് ഇന്ത്യ. നമ്മൾ തേർഡ് ലാർജസ്റ്റ് ആവാൻ സാധ്യതയാണ്. US ഉണ്ട്, ചൈന ഉണ്ട്, പിന്നെ അതുപോലെ പല യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഉണ്ട്. അപ്പോൾ തേർഡ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാനത് തെറ്റിടാം. കുറച്ചൊക്കെ താഴെയാണെങ്കിൽ പിന്നെ ഓക്കെ ഇരിക്കുന്നത്. സോളാർ പവർ താരിഫ്സ് ഡിറ്റർമിൻഡ് ബൈ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കൊടുക്കില്ല, ഒരു കോർപ്പറേഷൻ അങ്ങനെ സോളാർ പവർ താരിഫ്സ് ഡിറ്റർമിൻ ചെയ്യാൻ അവകാശം കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അതും തെറ്റാണ്. സോ 67 ആൻസർ എന്താണ്? ഡോഗ് ആണ്. 68 അവിടെ കിടക്കട്ടെ. ചമ്പാരൻ സത്യാഗ്രഹം നോക്കണം. ചമ്പാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നടന്ന് ആക്റ്റീവ് ഓൾ ഇന്ത്യ പാർട്ടിസിപ്പേഷൻ ലോയേഴ്സ് സ്റ്റുഡൻസ് ആൻഡ് മൂവ്മെന്റ് നാഷണൽ മൂവ്മെന്റ്സ് അങ്ങനെയാവോ? അതല്ല, അതാണ് ചമ്പാരൻ ഒരു പെസന്റ് മൂവ്മെന്റ് ആയിരുന്നു. സോ ഇതായിരിക്കില്ല. ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് ദളിത് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ ദി നാഷണൽ മൂവ്മെന്റ്. ദളിത്സും ട്രൈബലിനും പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. ജോയിനിങ് ഓഫ് പെസന്റ് അണ്ടർസ്റ്റുഡ് ഇന്ത്യ. പെസൻസ് ആണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഡ്രാസ്റ്റിക് ഡിക്രീസ് ഇൻ ദി കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ ക്രോപ്സ്. അങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഡിക്രീസ് ഒന്നും ഉണ്ടായിട്ടില്ല ചമ്പാരൻ ശേഷം. ഓക്കെ, സോ ഇതിൽ കൂടുതൽ ചമ്പാരൻ എന്ന് പറഞ്ഞാൽ പെസന്റ് മൂവ്മെന്റ് ആണ്. അപ്പോൾ ദളിത് ആൻഡ് ട്രൈബൽ കമ്മ്യൂണിറ്റീസിനേക്കാളും കൂടുതൽ എന്താണ് പെസന്റ് അണ്ടർസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 69 ആൻസർ എന്താണ്? സി ആണ്. 70 നോക്കാം. ഹു among the following were the founders of ഹിന്ദു മസ്ദൂർ സഭ? പറയില്ല, അപ്പൊ നമുക്ക് നോക്കാം. അത് ഹിന്ദി നെയിമാണ്. പേര് വെച്ച് നമുക്ക് കിട്ടാൻ നോക്കാം. കൃഷ്ണ പിള്ളായി സൗത്ത് ഇന്ത്യൻ നെയിമാണ്. EMS നമ്പൂതിരിപ്പാട് സൗത്ത് ഇന്ത്യൻ നെയിമാണ്. KC ജോസഫ് നെയിമാണ്. ഇത് വരില്ല. ജയപ്രകാശ് നാരായൺ, ദീൻ ദയാൽ ഉപാധ്യായ, MN റോയ്. CP രാമസ്വാമി അയ്യർ സൗത്ത് ഇന്ത്യൻ നെയിമാണ്. കാമറാജ് സൗത്ത് ഇന്ത്യൻ നെയിമാണ്. വീർ സിംഗ് പണ്ഡിറ്റ് സൗത്ത് ഇന്ത്യൻ നെയിമാണ്. ഇതൊന്നും വരില്ല. അശോക് മേത്ത, TS രാമാനുജൻ, GG മേത്ത. ഇത് വേണമെങ്കിൽ ആവാം. നമുക്കിത് നോക്കാം. ജയപ്രകാശ് നാരായൺ എന്ന് പറഞ്ഞ ഒരു സോഷ്യലിസ്റ്റ് ആണ്. ഓക്കെ, ദീൻ ദയാൽ ഉപാധ്യായ എന്ന് പറഞ്ഞ ഒരു ഒരു റൈറ്റ് വിംഗ് അനുഭാവിയാണ്. MN റോയ് ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്. 3 ഡിഫറെന്റ് ഐഡിയോളജിയിലൊക്കെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവില്ല. സോ ദിസ് ആൻസർ ഇസ് ഡോ. ഓക്കെ, 70 ഡി ഉത്തരം. ഓക്കെ, നമുക്ക് 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അത് സ്ഥാനകവാസി അറിയില്ല. ആ സെക്ടർ എന്നുള്ള കാര്യത്തിൽ വലിയ ധാരണയില്ല. ഓക്കെ, അടുത്തതിൽ പോകാം. കൾച്ചറൽ ഹിസ്റ്ററി, വൈറ്റ് മാർബിൾ, അതും വലിയ ധാരണയില്ലാത്ത കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ അതും അറിയാത്ത കാര്യമാണ്. ഫ്യൂച്ചർ ബുദ്ധ അടുത്ത റൗണ്ടിൽ നോക്കാം. അത് കറക്റ്റ് അറിയില്ല. 75 നോട്ട് അപ്ലൈ. ടു മെയിൻറ്റെയിൻ എ ലാർജ് സ്റ്റാൻഡിംഗ് ആർമി അറ്റ് അതേഴ്സ് എക്സ്പെൻസ്. അത് ശരിയാണ്. ടു കീപ് ഇന്ത്യ സേഫ് ഫ്രം നെപ്പോളിയൻ ഡേഞ്ചർ. അത് ശരിയാണ്. ടു സെക്യൂർ എ ഫിക്സഡ് ഇൻകം. ടു എസ്റ്റാബ്ലിഷ് ബ്രിട്ടീഷ് പാരമോണസ്. ഇതും ശരിയാണ്. ഇതിനൊരു ഫിക്സഡ് ഇൻകം കിട്ടുക എന്നുള്ളത് അവരുടെ ഒരു നല്ലൊരു സബ്സിഡി ലൈൻസിന്റെ ഒരു. ബാക്കി 3 നോക്കുമ്പോൾ ഇത് എന്തായാലും അല്ല. ഇത് തെറ്റാണ്. ബാക്കി 3 എന്തായാലും ഉറപ്പാണ്. ഇതെന്തായാലും വരില്ല. അപ്പൊ ഇത് വരില്ല. പങ്കത്തിലാണ് സി ഒഴിവാക്കുന്നത്. കാരണം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ശരിയെന്നുള്ളത് എയും ബിയും ഡിയും എന്തായാലും ശരിയാണ്. കാരണം ഈ നെപ്പോളിയന്റെ പ്രശ്നങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നെപ്പോളിയൻ അവിടുന്ന് അറ്റാക്ക് ചെയ്യുന്നൊക്കെയുള്ളതുകൊണ്ട് ആ ഒരു ഫ്രോണ്ടിയർ ഇതാക്കാനൊക്കെ അഫ്ഗാനിസ്ഥാൻ ആ ഒരു ഭാഗം ഇതാക്കാനൊക്കെയാണ് ചെയ്തിരുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതെന്തായാലും ഇതാണ് ഒരു സബ്സിഡൻസിൽ ബന്ധപ്പെട്ട കാര്യമാണ്. ഇതാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. പക്ഷെ ഇത് 3 ഉണ്ട്. അപ്പൊ 75 ഉത്തരം സി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി 76 ജനറൽ കമ്മിറ്റി ഓൺ പബ്ലിക് ഇൻസ്ട്രക്ഷൻ. ഇത് ചിലപ്പോൾ എന്തെങ്കിലും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ ഒക്കെ ആയിരിക്കാം. ഈ കാര്യത്തിൽ ഞാൻ ശരിയാണെന്ന് വിചാരിക്കാം. തെറ്റാണെന്ന് വിചാരിക്കുന്നില്ല. അങ്ങനെ ഞാൻ 1, 2, 3 എടുക്കാം. ഓക്കെ, 76 ഡി. 77 അറിയില്ല. അവിടെ നിൽക്കട്ടെ. 78 മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിനെക്കാളും സാധാരണ പുതിയൊരു മിനിസ്റ്റർ ഉണ്ട്, മിനിസ്റ്റർ സ്കിൽ ഡെവലപ്മെന്റ്. അപ്പൊ അവരായിരിക്കണം. അത് തെറ്റിടാണ്. 1 നമുക്ക് വെട്ടാം. 2 എന്തായാലും ഉണ്ട്. 2 ഓൾസോ ഇമ്പോർട്ട് ട്രെയിനിങ് ഓഫ് സോഫ്റ്റ് സ്കിൽസ്, എന്റർപ്രണർഷിപ്പ്, ഫിനാൻഷ്യൽ ഡിജിറ്റൽ ലിറ്ററസി. ഇത് 3 ഉണ്ടോ നോക്കിയാൽ മതി. ടൈപ്പ് ചാലഞ്ച് ദി കോമ്പറ്റൻസീസ് ഓഫ് ദി അൺറെഗുലേറ്റഡ് വർക്ക് ഫോഴ്സ് ഓഫ് ദി കൺട്രി ടു ദി നാഷണൽ സ്കിൽ കോഡിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ആണ്. കാരണം ഇതിന് താഴെ നാഷണൽ സ്കിൽ കോഡിഫിക്കേഷൻ ഫ്രെയിംവർക്കിലേക്ക് ഇവരെ സ്കിൽ ചെയ്യിക്കുക, അൺറെഗുലേറ്റഡ് വർക്ക് ഫോഴ്സിനെ കൊണ്ടുവരിക. അതൊക്കെ ശരിയാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ചിങ് ആണ്. ഓക്കെ, സോ 2 and 3. 78 ഉത്തരം സി ആണ്. 79 അവിടെ നിൽക്കട്ടെ. അത് കറക്റ്റ് അറിയില്ല. 80 ഒരു രക്ഷയില്ല. 81 നോക്കാം. 81 ഹെവി സാൻഡ് മൈനിങ്. അപ്പോ സലൈനിറ്റി കുറയാനുള്ള ഒരു കാരണം കിട്ടുന്നില്ല. അതാണ് നമുക്ക് നോക്കേണ്ടത്. സലൈനിറ്റി കുറയുന്നുള്ളത് തോന്നുന്നില്ല. സോ നമുക്ക് 1 എലിമിനേറ്റ് ചെയ്യാം. 2 and 3 കൊടുക്കാം. 81 ബോക്സ് ആണ്. 82 a high content of organic matter in soil drastically reduces its water holding capacity. High content of organic matter അതായത് സോയിലിലെ ഓർഗാനിക് മാറ്ററിന്റെ ഹൈ കണ്ടന്റ് എന്താണ് ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്യുന്ന പറയുന്നത്. വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല. ഓർഗാനിക് മാറ്റർ വരുമ്പോൾ എന്തായാലും റെഡ്യൂസ് ചെയ്യല്ല, കൂടുതൽ വെച്ചില്ല. അപ്പൊ ഇത് തെറ്റാണല്ലോ. സോയിൽ ഡസ് നോട്ട് പ്ലേ ഇൻ റോൾ ഇൻ. അപ്പൊ 1 തെറ്റുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കി നോക്കാം. സോയിൽ ഡസ് നോട്ട് പ്ലേ ഇൻ റോൾ ഇൻ സൾഫർ സൈക്കിൾ. അങ്ങനെയല്ല. സോയിലിന്
റോൾ ഉണ്ട് സൾഫറിൽ. ഇതും തെറ്റാണ്. ഇറിഗേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം ക്യാൻ കോൺട്രിബ്യൂട്ട് ടു സലൈനേഷൻ ഓഫ് സം സൾഫേഴ്സ്. ഇത് ശരിയാണ്. കാരണം ഇറിഗേഷൻ വരുന്ന സമയത്ത് മുകളിൽ സാൾട്ട് പാൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ അതിനകത്തൊന്നും കിട്ടുന്നുണ്ട്, ഒരു ഓപ്ഷൻ വേണ്ടി കിട്ടുന്നുണ്ട്. 82 ബോക്സ് ആണ്. അടുത്തത് പാർട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഓൺ ഗ്രീൻ എക്കണോമി പേജ് UN മെക്കാനിസം ടു അസിസ്റ്റ് കൺട്രീസ് ട്രാൻസിഷൻ ടു ഗ്രീനർ ആൻഡ് മോർ ഇൻക്ലൂസീവ് എക്കണോമി. ഇത് നോക്ക്, എനിക്കത് അറിയില്ല, ഫാക്ച്വലി അറിയില്ല. സമ്മിറ്റ് ഓഫ് സസ്റ്റൈനബിൾ 2002 UN കോൺഫറൻസ്, UN ഫ്രെയിംവർക്ക് ഓൺ കൺവെൻഷൻ ക്ലൈമറ്റ് ചേഞ്ച് വേൾഡ്. അപ്പോൾ ഇത് നോക്കുകയാണ്. അപ്പോൾ ഇത് ഗ്രീൻ എക്കണോമിയാണ്, ആക്ഷൻ ഓൺ ഗ്രീൻ എക്കണോമി ആൻഡ് UN മെക്കാനിസം ആണ്. ഓക്കെ, ഗ്രീനർ ആൻഡ് മോർ ഇൻക്ലൂസീവ് ആണ്. അപ്പോൾ ഈ ഡി എന്നുള്ള സാധനം ഇത് അവരുടെ ഇനിഷ്യേറ്റീവ് ആണ്, UN ഇനിഷ്യേറ്റീവ് അല്ല. ഇത് എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, അതിന്റെ ഒരു ഇന്ത്യയുടെ അതിന്റെയാണ് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സമിതി. അതെനിക്ക് അറിയാവുന്നു, അത് ഞാൻ വിട്ടിട്ടു. പിന്നെ അടുത്തത് ഗ്രീൻ എക്കണോമി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ് എന്തായിരിക്കും ഒരു, പിന്നെ ഈ 2015 പാരീസ് ക്ലൈമറ്റ് ചേഞ്ചിൽ വന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാം, ഞാനത് വായിച്ചിട്ടുണ്ട്, അത് പഠിച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലിതില്ല, പൊതുവിൽ ഇത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ അടുത്തത് ഇതൊരു ഗ്രീൻ എക്കണോമി എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി പുതിയ കൺസെപ്റ്റ് ആണ്, വലിയ പഴയ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പാർട്ണർഷിപ്പ് ഫോർ ആക്ഷൻ ഗ്രീൻ എക്കണോമി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് കമ്പാരിറ്റീവ്ലി ന്യൂവർ ആയിരിക്കും. 2002 സാധ്യത അത് 2012 വരാനാണ്. മോസ്റ്റ് പ്രോബ്ലി 2002 തൊട്ട് ഞാൻ 2012 സംഭവിക്കുന്നത്. അപ്പൊ അത് എന്താണ് UN കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് തന്നെയാണ്. സോ അങ്ങനെയാണ് നിൽക്കുന്നത്. അത് കൊല്ലത്തിന്റെ ഈ രണ്ടെണ്ണം എലിമിനേറ്റ് ചെയ്തത് അല്ലാതെ എനിക്കറിയാം, UN-ന്റെ അല്ല. ഇത് ഗ്രീൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് 2002-2012 ഈ കൊല്ലത്തിന്റെ വ്യത്യാസം 2013 കുറച്ച് പ്രോബ്ലം എന്ന രീതിയിലാണ് ഇത് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 83 ആൻസർ ഈസ് ബോക്സ്. 3D പ്രിന്റിംഗ്. 3D പ്രിന്റിംഗ് വായിക്കുമ്പോൾ പ്രിപ്പറേഷൻ ഓഫ് കൺസ്ട്രക്ഷണറി ഐറ്റംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 3D പ്രിന്റിംഗിൽ മാനുഫാക്ചറിംഗ് ഓഫ് ബയോണിക് ഇയേഴ്സ് ഉണ്ടാവും, ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, റീകൺസ്ട്രക്റ്റീവ് സർജൻസിൽ ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 3D പ്രിന്റിംഗ് എന്ന് വൈഡ് വെറൈറ്റി ഓഫ് അപ്ലിക്കേഷൻസ് ഉള്ള ടെക്നോളജിയാണ്. അപ്പോൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവാൻ സാധ്യത കുറവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതെല്ലാം വരുന്ന ഓപ്ഷൻ 1, 2, 3, 4, 5 ആണ്. അപ്പോൾ അത്തരത്തിലാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒന്നും ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാം ഉണ്ടോ വെച്ചാൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ കണക്ട് ചെയ്യാം. ഓക്കെ, സോ 84 ആൻസർ ഡോഗ് ആണ്. പ്രോസോപ്പിസ് ജൂലിഫോറ കേട്ടിട്ടില്ല. 87 നോക്കാം. മോസ്റ്റ് ഓഫ് ദി വേൾഡ്സ് കോറൽ റീഫ്സ് ആർ ഇൻ ട്രോപ്പിക്കൽ വാട്ടേഴ്സ്. ശരിയായിരിക്കാം, എല്ലാം ട്രോപ്പിക്കൽ വാട്ടേഴ്സിനായിരിക്കാം. മോർ ദാൻ 1/3 ഓഫ് ദി വേൾഡ്സ് ട്രോപ്പിക്കൽ കോറൽസ് ആർ ഒക്കേർ ഇൻ ദി ടെറിട്ടറീസ് ഓഫ് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്. വലിയ ധാരണ ഇല്ല, അവിടെ കിടക്കട്ടെ. കോറൽ റീഫ്സ് ഹോസ്റ്റ് far more number of animal phyla than those hosted by tropical rainforest. Far more number of animal phyla than those. നമുക്കറിയാം ട്രോപ്പിക്കൽ കോറൽ റീഫ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് അത്രയും പിന്നെ പ്രൊഡക്റ്റീവായിട്ട് ഡൈവേഴ്സ് ആയിട്ടുണ്ടാണ്. പിന്നെ കുറെ ചെറിയ സ്പീഷീസ് ആണ്. അപ്പോൾ മറ്റേ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കുറച്ച് വലിയ സ്പീഷീസ് ആണ്, ഇവിടെ കുറച്ചുകൂടി സ്മോളർ ആണ്. അപ്പോൾ ആണെങ്കിൽ ഫാർ മോർ നമ്പർ എന്ന് പറയുന്നത്, പക്ഷെ എന്നാലും കൂടി അങ്ങനെ എടുക്കാനാണ് ഈ താല്പര്യം വരുന്നത്. കാരണം അത്രയും പേര് ഉണ്ടായിരിക്കാം, ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ 1 and 3 ശരിയാണ് തോന്നുന്നുണ്ട്. ഇത് രണ്ടും പോയി. ഇനി 1/3 ഓഫ് കോറൽ റീഫ്സ് ടെറിട്ടറീസ് ഓഫ് ഓസ്ട്രേലിയ, ഇന്തോനേഷ്യ. ഇത് നമ്മൾ മാപ്പ് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉണ്ട്, അവിടെ നന്നായിട്ടുണ്ട്. ഇനി ഇന്തോനേഷ്യയിലൊക്കെ നമ്മളവിടുത്തെ ഐലൻഡ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട സാധനം സ്കൂബ ഡൈവിങ്ങിലൊക്കെ കാണുന്നുണ്ട്. ഫിലിപ്പീൻസ് ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ 1/3 മോർ ദാൻ 1/3 ഉണ്ടാവണമെങ്കിൽ കുഴപ്പമില്ല. ട്രോപ്പിക്കൽ വാട്ടേഴ്സിൽ ഈ ഏരിയയിലെന്ന് പറയുന്നത് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. സോ ഞാൻ 3 ശരി എടുക്കുകയാണ്. സോ 87 ആൻസർ ഇസ് ഡോഗ്. 88 മൊമെന്റം ഫോർ ചേഞ്ച് ക്ലൈമറ്റ് ന്യൂട്രൽ ആണ്. അറിയില്ല, അടുത്ത റൗണ്ടിൽ നോക്കാം. 89 അറ്റംപ്റ്റ് ചെയ്തു, 90 അറ്റംപ്റ്റ് ചെയ്തു, 91 നോക്കാം. The first state democratic intercommunal study, അത് 1956 നമുക്കറിയാം. India has been the largest imperial bank. അപ്പോൾ India's then largest bank, Imperial Bank of India, was named State Bank of India. ഇതെന്തായാലും എന്താണ്, സ്വാതന്ത്ര്യം നടന്നിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമാണെങ്കിൽ, ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടാകാൻ സാധ്യത കുറവാണ്, സ്വാതന്ത്ര്യത്തിന് ശേഷമായിരിക്കും. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷമാണെങ്കിൽ പെട്ടെന്ന് നടന്നിട്ടുണ്ടാവും. എന്തായാലും ഇത്ര ഈ ഒരു 6 വർഷം 1956 വരെ എന്തായാലും കാത്തിരുന്നില്ല. ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഇമ്പീരിയൽ ബാങ്ക് എന്നുള്ളത് പേര് മാറ്റി സ്റ്റേറ്റ് ബാങ്ക് എന്നുള്ള സാധ്യത കൂടുതലല്ലേ. അപ്പൊ അതുകൊണ്ട് ഇതെന്തായാലും 2 കഴിഞ്ഞിട്ടാവും 1 വരാം. ഓക്കെ, 2 കഴിഞ്ഞിട്ട് 1 വരാണ് ഇത് വട്ടാം. ഓക്കെ, ഇനി ഗോവ ബിക്കം എ പാർട്ട് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഈ എയർ ഇന്ത്യ വാസ് നാഷണലൈസ്ഡ് ബിക്കം നാഷണൽ, അത് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഗോവ ബിക്കം എ പാർട്ട് ഓഫ് ഇൻഡിപെൻഡന്റ്. ഗോവ പാർട്ടാണ് എന്തായാലും 1 കഴിഞ്ഞിട്ട്, 1960-കളിലാണ് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വരിക. അപ്പോൾ 1 കഴിഞ്ഞിട്ടാണ് 4 വരിക. അപ്പോൾ 1 കഴിഞ്ഞിട്ട് 4 വരുന്നു, ഇതിൽ നമുക്ക് 4 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇതും വിട്ടിട്ടാണ്. സോ 3214 ഇതാണ് തോന്നുന്നുണ്ട്. ഇതിന്റെ എക്സാക്ട് ഇയർ അറിയേണ്ട, ജസ്റ്റ് ഒരു ഓപ്ഷനിൽ നോക്കിയതാണ്. 91 ബോക്സ്. ന്യൂസ് അപ്പോപ്പേഴ്സ് ഒന്നും അറിയില്ല. പക്ക വൈൽഡ് ലൈഫ് സാങ്ച്വറി
ഇത് ഭയങ്കര കൺഫ്യൂഷനാണ് എവിടെയാണെന്നുള്ളത്. പക്ഷെ എനിക്ക് മണിപ്പൂരാണെന്ന് മൈൻഡിൽ വല്ലാണ്ട് പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് എവിടെയോ വായിച്ചൊരു പോലെയാണെന്ന് തോന്നുന്നു. മണിപ്പൂരാണ് കുത്താൻ ഭയങ്കര ടെൻഡൻസിയാണ് മണിപ്പൂരാണെന്നുള്ളത്. സോ ശരിക്കും ഇങ്ങനെ കുത്തരുത്. ഞാൻ ഭയങ്കരമായിട്ടുള്ളൊരു ഓർമ്മപ്പുറത്ത് ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ഓർമ്മയുടെ പുറത്ത് നമ്മൾ ശരിക്കും ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ആക്ച്വലി എന്നാലും എനിക്ക് മണിപ്പൂർ കുത്താൻ വേണ്ടി ഭയങ്കര ടെൻഡൻസി ആയിരുന്നു. ഞാൻ ശരിക്കും ആ ഒരു എക്സാമിൽ മണിപ്പൂർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 94 ആൻസർ ബോക്സ് ആണ് എടുത്ത്. Here's the 95. With reference to India's satellite launch vehicle, consider the following statements. PSLV launched the satellites useful for Earth resources monitoring, whereas GSLV are designated to mainly launch communication satellites. PSLV Earth resource monitoring ആണ്, GSLV എന്താണ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ശരിയാണ്. സാറ്റലൈറ്റ്സ് ലോഞ്ച് ബൈ അപ്പോൾ 1 ശരിയാണെന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യാം. Satellites launched by PSLV appear to be remain permanently fixed in some positions by as viewed from particular location on Earth. അത് വലിയ ധാരണയില്ല. GSLV Mk3 is the 4-stage launch vehicle with the first and third stage using solid 4-stage അല്ല 3-stage ആണ്. And the second and 4th stage using അറിയില്ല. 3-stage ആണെന്നാണ് ഇതിന്റെ ധാരണ. 3 എന്തായാലും എന്നാലും 1 and 2 നോക്കണം. Satellites launched by PSLV appear to be remain permanently fixed in the same position in the sky. PSLV നമ്മളോട് പറഞ്ഞത് റിസോഴ്സ് മോണിറ്ററിംഗ് ഒക്കെയാണെന്ന് പറഞ്ഞു. റിസോഴ്സ് മോണിറ്ററിംഗ് ആണെങ്കിൽ അത് ഒരിക്കലും പെർമനന്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനുണ്ടാവുന്നുണ്ടാവും. അപ്പൊ അത് സാധ്യത കൂടുതലാണ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ ശരിയാണ് വിചാരിച്ച് 1 ആയിട്ട് കൊടുക്കുന്നത്. സോ 96C. മാറി അറ്റംപ്റ്റ് ചെയ്തു. അത് 95 ആണ്. സോറി 96C കൊടുത്തു. ഓക്കെ, ഇങ്ങനത്തെ എറർ ഉണ്ടാവാം. ഇത് മാറി കുത്തിപ്പി നെഗ്ലിജൻസ്. ഇത് ശരിക്കും അവിടെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആ പേപ്പറിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കറക്റ്റായിട്ട് തന്നെ ഞാൻ കൊടുത്തായിരുന്നു. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇത് മാറരുത്. പക്ഷെ ഇതെന്റെ ശരിക്കും ഇവിടെ കയ്യിൽ നിന്ന് മാറി. അപ്പോ ഞാനത് തൽക്കാലം മാറ്റുന്നുണ്ട്. ഒറിജിനൽ എക്സാമിനേഷൻ തെറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഇപ്പൊ ഇതിന്റെ മാറിപ്പോയി, ശ്രദ്ധിക്കാതെ ചെയ്താണ്. 95C. ഓക്കെ, ഇനി അടുത്ത് 96th ക്വസ്റ്റ്യൻ നോക്കാം. With reference to the capital for with reference to the governance of public sector bank, consider the following statement. Capital infusion into the public sector bank by the government of India has steadily increased in the last decade. ഇത് സ്റ്റഡി ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ക്യാപിറ്റൽ പ്രശ്നങ്ങളുണ്ട് പബ്ലിക് സെക്ടർ ബാങ്ക്സിന്. സോ ലാസ്റ്റ് ഡീക്കേഡ് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് 10 വർഷം അല്ല, ലാസ്റ്റ് 10 വർഷമായിട്ട് എന്തെങ്കിലും കൂടായിട്ടുണ്ടാവില്ല. 2008 ഒരു ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ കൂടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, സോ ഞാൻ ഇത് എലിമിനേറ്റ് ചെയ്യാണ്. To put the public sector banks in order, the merger of the associate banks with the parent bank of India has been affected. അത് ഏറ്റവും കൂടുതൽ വായിച്ചിട്ട് മനസ്സിലായില്ല. തിങ്കളാഴ്ച അവിടെ വെച്ചു. 97 GST, ഇത് അറിയില്ല. 98 the definition of critical wildlife habitat as incorporated in the Forest Rights Act 2006. For the first time in India, bylaws have been given for habitat. Critical wildlife habitats incorporate ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ ശരിയാവാം. For the first time in India, bylaws have been given habitat rights. അതിനെ കുറിച്ച് അറിയില്ല. ഇത് യൂണിവേഴ്സ് ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് അല്ല, യൂണിവേഴ്സ് ട്രൈബൽ ആണ്. കാരണം ഇങ്ങനത്തെ ട്രൈബൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഹാബിറ്ററ്റ് റൈറ്റ്സ് നോക്കാനൊക്കെ വേണ്ടി ട്രൈബൽ ഗ്രൂപ്പ്സ്. ഇത് തെറ്റാവാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് 3 എലിമിനേറ്റ് ചെയ്യാൻ ഡയറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താം. 1 ഓക്കെ, സോ 98 ആൻസർ എ ആണ്. 99 which of the above spread plant diseases? ആരൊക്കെ പ്ലാന്റ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതാണ്? ബേർഡ്സ് ആവാം, ഒന്നിന്റെ മുകളിൽ ഒന്നിരുന്ന് മറ്റിലേക്ക് പോകുമ്പോൾ ആവാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് 1 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്ത് ഡസ്റ്റ് ബ്ലോയിങ്, അത് ആവാം. ഡസ്റ്റ് ബ്ലോയിങ് എന്തെങ്കിലുമൊക്കെ പ്ലാന്റ് ഡിസീസ് ട്രെയിൻ വഴി പകരം, ട്രെയിൻ വഴി അപ്പുറത്തേക്ക് എത്താനൊക്കെ സാധ്യത ഉണ്ട്. വിൻഡ് ബ്ലോയിങ് വഴി സാധ്യതയുണ്ട്. എല്ലാം സാധ്യതകളാണ്. 1, 2, 3, 4 കൊടുക്കും. ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്ന് ബ്രോഡായിട്ട് തിങ്ക് ചെയ്താൽ മതി. ഓക്കെ, സോ 99 ആൻസർ ഇസ് ഡോഗ്. Organic farming. The National Program for Organic Production is operated under the guidelines of Union Ministry of Rural Development. അല്ല, കാരണം വെച്ചാൽ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ അധികം മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ താഴെയുള്ളതാണ് ഈ ഒരു ഓർഗാനിക് ഫാമിംഗ് അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആയിരിക്കും കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും റൂറൽ ഡെവലപ്മെന്റ് അല്ല. ഓക്കെ, സോ ഇത് തെറ്റാണ്. The Agriculture and Processed Food Exports Development Authority functions as a secretary for the implementation of NPOP. ഇതാവാം. കാരണം അപ്പോൾ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സിന്റെ എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ആണ്. അതും നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ തമ്മിൽ ബന്ധമുണ്ട്. സോ ഇത് ശരിയായിരിക്കാം. സിക്കിം ആസ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക്. ഇത് എന്തായാലും ശരിയാണ്. കാരണം ഇതൊന്നൊരു ഭയങ്കര ഫാക്ച്വലായിരുന്നു. 10 ഒരുപാടുണ്ടായിരുന്നു. സിക്കിം ആണ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ്. അപ്പൊ 3 എനിക്ക് ഏറ്റവും ഉറപ്പുള്ളത്. ഞാൻ 3 വെട്ടി ഒഴിവാക്കി. പിന്നെ 1 ഇല്ല എന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ ഇനി 2 ശരിയാണെന്നാണ് തോന്നുന്നത്. സോ 2 and 3. ഓക്കെ, അപ്പൊ 100ന്റെ ഓപ്ഷൻ ബി ആണ്.
പിന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം, ഫൈനൽ റൗണ്ട്. രണ്ടാമത്തെ റൗണ്ട് എത്ര അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 25 26 27 28 29 30 32 33 45 46 47 48 49 53 അറ്റംപ്റ്റ്സ് ആണ് വന്നത്. ആദ്യത്തേലൊരു 10-17 ഉണ്ടായിരുന്നു. ഒരു മൊത്തം ഒരു 70 അറ്റംപ്റ്റ് ആയിട്ടേ ഉള്ളൂ. 2 റൗണ്ട് കഴിഞ്ഞു. അടുത്ത് ലാസ്റ്റ് റൗണ്ടിലേക്ക് പോവാണ്. നോക്കാം. One attempt is 2 attempt 3 നോക്കാം. 3 as per NSS thrown situation survey agriculture households. അതൊരു രക്ഷയില്ല. രാജസ്ഥാൻ ഹയസ്റ്റ് പെർസെന്റേജ് ഷെയറും രാജസ്ഥാൻ ഹയസ്റ്റ് പെർസെന്റേജ് ഷെയർ അവിടെ സാധ്യത കുറവാണ്. കഴിഞ്ഞാൽ അത് പോയി 60% ഓഫ് ഹൗസ് ഹോൾഡ്സ് OBC ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇൻ കേരള ഓവർ ലിറ്റിൽ ഓവർ 60% റിപ്പോർട്ട് മാക്സിമം ഇൻകം സോഴ്സ് അഗ്രികൾച്ചർ. ഇത് ഭയങ്കര ഫാക്ട്സിലാണ്. നമുക്കത് വലിയൊരു ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഞാനത് ലീവ് ചെയ്യാണ്. ഓക്കെ, സോ ലീവ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ഇനി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല. 3 റൗണ്ട് കഴിഞ്ഞു പോകുന്നു. സോ അതോടെ വെച്ചു. ഇങ്ങനെ പ്രൊസീജിയർ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ അറ്റംപ്റ്റ്സ് കുറച്ച് കുറയ്ക്കണമെന്നുണ്ട്. 4ാമത്തെ അറ്റംപ്റ്റ് ചെയ്തു, 5 അറ്റംപ്റ്റ് ചെയ്തു, 6 അറ്റംപ്റ്റ് ചെയ്തു, 7 അറ്റംപ്റ്റ് ചെയ്തു, 8 ജസ്റ്റ് കേട്ട് പരിചയം. അങ്ങനെ വലിയ ഉറപ്പൊന്നുമില്ല. ഈക്വലൈസേഷൻ ടാക്സ് ഓൺലൈൻ അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കേണ്ടതാണ്. അപ്പൊ എന്തോ ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നു. ഞാനിത് എവിടെ ഒരു ഇൻകം ടാക്സ് ആണെന്ന് കേട്ടിട്ടുള്ള ഒരു സംശയമുള്ള ഇൻകം ടാക്സ് ആണ് കൊടുക്കാണ്. Non-resident entities that offer advertisement service in India can claim a tax credit in their home country under double taxation avoidance agreement. ഇതെന്തായാലും പറ്റില്ല. കാരണം ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് വഴി നോൺ റെസിഡന്റ് എന്റിറ്റീസിന് ഇവിടെ കൊടുക്കുന്നതിന് അവിടെ കൊടുക്കില്ല. കാരണം ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ് അത് ആ ബന്ധത്തിലേക്ക് കറക്റ്റ് കൺസെപ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നതല്ല എന്നാണ് തോന്നുന്നു. തെറ്റിട്ടാണ്. എനിക്കൊരു ജസ്റ്റ് ഒരു കാരണം അറ്റംപ്റ്റ്സ് വളരെ കുറവാണ്. അപ്പോൾ അല്ലാണ്ട് മിസ് ചെയ്യാൻ പറ്റില്ല. 70 അറ്റംപ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അറ്റംപ്റ്റ് ഇതാവാൻ വേണം. കുറച്ച് റിസ്ക് എടുത്ത് അറ്റംപ്റ്റ് ചെയ്യാണ്. ബെറ്ററിന്റെ ഓപ്ഷൻ എ ആണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് 9 ചെയ്തിട്ടുണ്ട്, 10 ചെയ്തിട്ടുണ്ട്, 11 നോക്കാം. He wrote biographies of Mazzini, Garibaldi, Shivaji and Sri Krishna. Stayed in America for some time. ഇങ്ങനെയുള്ള സമയത്ത് ഇതെന്തായാലും ഒരു റൈറ്റിസ്റ്റ് ലീഡർ ആണ് ഇത്. മസ്നി, ഗാരിബാൾഡി, ശിവജി, ശ്രീകൃഷ്ണ. അപ്പോൾ ഒരു റൈറ്റിസ്റ്റ് ആണ്, സ്പിരിച്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് പൊളിറ്റിക്കൽ ലീഡർ ആണ്, പ്ലസ് അയാൾ എന്താണ് ഒരു സ്പിരിച്വൽ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും റൈറ്റിസ്റ്റ് ആണെന്നുണ്ട് മോത്തിലാൽ നെഹ്റു നമുക്ക് വിട്ടിടാം. റൈറ്റിസ്റ്റ് പ്ലസ് സ്പിരിച്വൽ. പക്ഷെ സ്പിരിച്വാലിറ്റി കുറച്ചേ വരുന്നുള്ളൂ. ഓക്കെ, ഇതിൽ കൂടുതലായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണ്. അതായത് സ്പിരിച്വൽ സൈഡ് കുറവാണ് അയാൾക്ക്. കാരണം ശ്രീകൃഷ്ണ എന്നുള്ള ഒറ്റ ഒരു ബുക്കല്ലേ എഴുതിയിട്ടുള്ളൂ ഒരു സ്പിരിച്വൽ ലീഡറെ കുറിച്ചിട്ട്. ബാക്കി 3 ബുക്ക് എഴുതിയത് എന്താണ് ഈ റൈറ്റിസ്റ്റ് ലീഡേഴ്സിനെ കുറിച്ചിട്ടാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് അരവിന്ദ ഘോഷ് കുറച്ചും മോർ സ്പിരിച്വൽ ആണ് പൊളിറ്റിക്കലിനെക്കാൾ. അരവിന്ദ ഒരാളുടെ സാധ്യത കുറവാണ്. പിന്നെ ബിപിൻ ചന്ദ്രപാൽ, ലാലചന്ദ്ര. ഇതിപ്പോ ഒരു ഫാക്ട് അറിയാമെന്നുള്ള NCERT വായിച്ചിട്ടുണ്ട്. ഈ ലാലചന്ദ്ര അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. ബിപിൻ ചന്ദ്രപാൽ റിട്ടയർ ചെയ്യുക ചെയ്തു പൊളിറ്റിക്സിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് ലാലചന്ദ്ര ആവാനാണ് സാധ്യത കൂടുതൽ വെച്ചിട്ട് 11C അറ്റംപ്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഒരു മിനിറ്റ്, സോറി. അപ്പോൾ നമ്മളിപ്പോ 11 കഴിഞ്ഞു. അടുത്ത് നമ്മൾ 12 ചെയ്തിട്ടുണ്ട്. അടുത്ത് 13 നോക്കാം. 13 is the following as strong immense dried up in the past recent year due to human activities. ഇതിൽ RLCക്ക് ഒന്നും അറിയില്ല. അങ്ങനെ ഒരു ഇത് വരുന്നതിനെ കുറിച്ചൊരു ധാരണയില്ല. ബ്ലാക്ക് സീലേക്ക് ലേക്ക് ഒക്കെ വന്ന് ചേരുന്നുണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാലും അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് അറിയില്ല. സോ ഇതൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിരിക്കുകയാണ്. അടുത്ത് 14 റൂൾ ഓഫ് ലോ ഇൻഡെക്സ്. റൂൾ ഓഫ് ലോ ഇൻഡെക്സ് അംനസ്റ്റി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണ്. അവിടെ സാധ്യതയില്ല. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ജസ്റ്റിസ് റിലേറ്റഡ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ ഒരു കോർട്ടൊക്കെ ഉണ്ട്, ഇൻഡെക്സ് ഇറക്കുമെന്ന് അറിയില്ല. UN ഓഫീസ് ഫോർ ഹൈ കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്
റൂൾ ഓഫ് ലോ ഇറക്കാൻ സാധ്യതയുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ, വേൾഡ് ജസ്റ്റിസ് പ്രൊജക്ട്. അപ്പോൾ അവരും വേണമെങ്കിൽ ഇറക്കാം. പക്ഷെ എന്നാലും ഇത് ഭയങ്കര ഫാക്ച്വൽ ആയതുകൊണ്ടും തീരെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, അത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിങ്ക്സ് ഓൾ ദി ATMs ഇൻ ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ഒരു അസോസിയേഷൻ ആണ് സാധ്യത കുറവായിരിക്കും. പക്ഷെ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് ഇവർക്ക് ATM ചിലപ്പോൾ സാധ്യത കുറവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇത് തമ്മിൽ നോക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല. ഇതിനെ ഇതും എല്ലാം മിസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ ഇത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ടെൻഷൻ ഉണ്ട്. സോ അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. അടുത്ത് 16ാമത്തെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താണ്. 17 നോക്കാം. 17 നോക്കാം. 17 ഇറ്റ് ക്യാൻ ഇന്റഗ്രേറ്റ് എനി ഇലക്ട്രോണിക് ഡിവൈസ്. അത് പറ്റില്ല എനിക്ക് തോന്നുന്നത്. കാരണം ആധാർ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് ഏത് ഇലക്ട്രോണിക് ഡിവൈസിലേക്കാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നത് അറിയില്ല. ഓക്കെ. ഓൺലൈൻ authentication using IRS is possible. അതിന് കുഴപ്പമില്ല. IRS വെച്ചിട്ട് ഓൺലൈൻ authentication കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് ആകുമ്പോൾ നമുക്ക് ഓൺലി കൊടുക്കാം. സോ 17 ഓപ്ഷൻ ബോക്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത് 17 കഴിഞ്ഞാൽ പിന്നെ 18, 19, 20 കഴിഞ്ഞു. 21 നോക്കാം. 21 As per the Right to Education Act, to be eligible for appointment as a teacher in state, a person would be required to possess a minimum qualification laid down by concerned state council of teacher education. അത് വേണമെങ്കിൽ ആവാൻ സാധ്യതയുണ്ട്, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. As per the RT Act, for teaching primary classes, candidate required to pass the teacher eligibility test conducted in accordance with the National Council of Teacher Education. അതൊരു ഐഡിയ ഇല്ല. In India, more than 90% of the teacher education institutions are directly under state governments. സത്യം പറഞ്ഞാൽ അതിനൊരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അതും അങ്ങ് എടുക്കുന്നില്ല. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒഴിവാക്കി വെച്ചത് 21 കഴിഞ്ഞാൽ പിന്നെ അവിടെ 22 ചെയ്താണ്, 23 ചെയ്താണ്, 24 ചെയ്താണ്, 25 ചെയ്താണ്, 26 ചെയ്താണ്, 27ാമത്തെ ക്വസ്റ്റ്യനാണ്. In India, state government do not have the power to auction non-gold mines. രാവുള്ള സാധ്യത കുറവാണ്. പക്ഷെ അത് ഉറപ്പില്ല. ആന്ധ്രാപ്രദേശ് ആൻഡ് ജാർഖണ്ഡ് ഡു നോട്ട് ഹാവ് ഗോൾഡ് മൈൻസ്. അത് അറിയില്ല. ഒരു ഗോൾഡ് മൈൻ അറിയുന്നത് കർണാടകയിലാണ്. ആന്ധ്രയിൽ നിന്ന് ജാർഖണ്ഡിൽ ഉണ്ടോ എന്ന് അറിയില്ല. രാജസ്ഥാനെ സാധനം അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പൊ ആവശ്യം കൂടെയാണ്. അത് അറ്റൻഡ് ചെയ്ത് തെറ്റിപ്പോകുന്നുണ്ട്. അതും കൂടെയാണ്. ഓക്കെ. സോ ഇനി അടുത്തതിലേക്ക് വരാം. അടുത്തതിലേക്ക് വരുന്ന സമയത്ത് 27 കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ 28 ചെയ്താണ്, 29 ചെയ്താണ്, 30 ചെയ്താണ്, 31 ചെയ്താണ്, 32 ചെയ്യാനുള്ളത്. Okay, 32, which represents the election of president. India considers the following statements. The value of votes of each MLA varies from state to state. Value of the vote of each MLA varies from state to state. Okay, അത് അറിയില്ല. The value of the vote of MPs of the Lok Sabha is more than that of value of the vote of MPs of Rajya Sabha. അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ല. കാരണം വാല്യൂ എത്രയാണ് കാര്യം ആയിരിക്കില്ല. 32 കൂടെയാണ്. 33, 34, 35, 36, 37, 38, 39, 40 ചെയ്തിട്ടുണ്ട്, 41 ചെയ്തിട്ടുണ്ട്, 42, 43 ചെയ്തിട്ടുണ്ട്, 44, 40 ചെയ്തിട്ടില്ല. നോക്കാം. 44, 45 നോക്കി നോക്കാം. 44 most of the Tyagaraja credits are devotional songs in praise of Lord Krishna. ഇത് ശരിയാണ്. Tyagaraja created several new ragas. അതും ശരിയാവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എനിക്ക് വലിയ ധാരണ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അത് കൂടിയാണ്. 44, 45 ചെയ്തിട്ട് ഇല്ല. 45 നോക്കി നോക്കാം. ഇതില് ലിമിറ്റേഷൻ ഓഫ് പവേഴ്സും ഇക്വാലിറ്റി ബിഫോർ ലോയും ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും. പിന്നെ 1 to 4 എന്തായാലും വേണം. അപ്പൊ നമുക്ക് പീപ്പിൾസ് റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് ഇല്ല. കാരണം പീപ്പിളിന് റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് റൂൾ ഓഫ് ലോയുടെ ഒരു ഭാഗമല്ല. ഓക്കെ, ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റി പീപ്പിൾ ആണ് എനിക്ക് തോന്നുന്നു. പീപ്പിൾ റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റ് എന്തായാലും ഇല്ല. സോ 3 എലിമിനേറ്റ് ചെയ്യാൻ 1 to 4 ആണ് ഉത്തരം കൊടുക്കുന്നത്. 45 46 ഉണ്ട്. 46, 47, 48, 49, 58, 51, 52, 53, 54, 55 ചെയ്തിട്ടുണ്ട്. 56 നോക്കാം. ചെയ്തിട്ടുണ്ടല്ലോ, മാർക്ക് ചെയ്തിട്ടില്ല 56. ഓക്കെ, സോ 56
സെക്കൻഡ് റൗണ്ട് ചെയ്തതാണ്. അപ്പോൾ മാർക്ക് ചെയ്യാം. ഇങ്ങനെ മറന്നു വരുന്നത് മാർക്ക് ചെയ്യാൻ. ഞാനിത് മാർക്ക് ചെയ്യാൻ മറന്നു വരുന്നതാണ്. മാർക്ക് ചെയ്യണം. 56 ബോക്സ് ആണ്. 57 ചെയ്തിട്ടുണ്ട്, 58 ചെയ്തിട്ടുണ്ട്, 59 നോക്കിയത് കൺസർവേഷൻ അഗ്രികൾച്ചർ. നോക്ക് അവോയ്ഡ് മോണോകൾച്ചർ പ്രാക്ടീസ് അവോയ്ഡ് ചെയ്യണം എന്തായാലും വരും. മിനിമം ടില്ലേജ് വരും. 1 and 2 എന്തായാലും ഉണ്ടെന്നിരിക്കാം. ബാക്കി 1 and 2 ഉണ്ടെങ്കിൽ കാരണം മോണോകൾച്ചർ പ്രാക്ടീസ് നോക്കുന്ന മിനിമം ടില്ലേജ് ഒക്കെ ബേസിക് സാധനമാണ്. യൂസിങ് ക്രോപ്പ് പ്രൊസീജിയർ 1 and 2 4 ഇതൊരു വലിയ ധാരണ ഇല്ല. അപ്പോ പക്ഷെ 1 എന്തായാലും വരണം എനിക്ക് തോന്നുന്നത്. 1 വരണം തോന്നുന്നത് ഇത് രണ്ടും വിട്ട് ഒഴിവാക്കണം. കൺസർവേഷൻ അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ മോണോകൾച്ചർ ഒഴിവാക്കണ്ടേ, നല്ല കാര്യങ്ങളുള്ളൂ. 1 ഒഴിവാക്കി 1, 3, 4 ആണോ? പക്ഷെ മിനിമം ടില്ലേജും വേണം. ഇതൊരു ഭയങ്കര റിസ്ക് ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. 3 റൗണ്ട് അറ്റംപ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കൺസർവേഷൻ അഗ്രികൾച്ചർ അഥവാ ശരിയായാലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, 59 ആൻസർ ഡോഗ് ആണ്. എടുത്ത് നോക്കാം. 60, 61, 62, 63, 62 ആൽബർട്ട് ഐൻസ്റ്റൈൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു ഐഡിയ ഇല്ല. 62 ഒഴിവാക്കേ പറ്റുള്ളൂ. 63 നോക്കാം. 63 genetically modified mustard ആണ്. GM mustard has the genes of soil bacteria that give the plant the property of pests such as a wide variety of pests. അത് ശരിയായിരിക്കാം. 1 ശരിയാണെന്ന് വിചാരിക്കാം. ഇത് രണ്ടും പോക്കാം. ഈ 2 GM mustard has the genes that allow the plant cross pollination and hybridization. അതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല. അത് മറ്റേത് ഫസ്റ്റ് ഇരുവനും അത്ര ശരിയാണോ 100% ഉറപ്പൊന്നുമില്ല. സോ അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാണ്. ആ ക്വസ്റ്റ്യൻ വിടാണ്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 63 കഴിഞ്ഞാൽ 64, 65, 66, 67, 68. 68 ആണ്. സമയം കുറെ എടുത്ത് ഏകദേശം ആവാറായി. അതുകൊണ്ട് അധികം ആലോചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് വിടുകയാണ്. 68, 69, 70, 71. സ്ഥാനക്വാസി സെക്ട് ഒരു ഐഡിയ ഇല്ല ഏതാണെന്നുള്ളതിനെ കുറിച്ചിട്ട്. അങ്ങനെ ഫാക്ട് ചെയ്യണം വിടാണ്. 72 അതുപോലെ തന്നെ വൈറ്റ് മാർബിൾ യൂസ് ചെയ്ത് റെഡ് സാൻഡ്സ്റ്റോൺ ഒന്നും അറിയില്ല. 72 വിടാണ്. 73 നോക്കുകയാണ്. ഫോളോയിങ് ഫോറിൻ ട്രാവലേഴ്സ് എലാബറേറ്റ് ഡിസ്കസ്ഡ് അബൌട്ട് ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട് മൈൻസ് ഓഫ് ഇന്ത്യ. അതും കേട്ടിട്ടില്ല. ഫ്യൂച്ചർ ബുദ്ധ yet to come save the world. സേവ് ദി വേൾഡ് എന്നൊക്കെയാണ്. അവലോകിതേശ്വര ലോകേശ്വര മൈത്രേയ ലോകേശ്വര ലോകത്തെ രക്ഷിക്കുന്നയാൾ അങ്ങനെ വായിക്കാം തോന്നുന്നു. ഓണ്ടർസ്കൃത ബുദ്ധാണ്. കിട്ടിയ നോട്ടില് 74 ബോക്സ് അറ്റംപ്റ്റ് ചെയ്യാണ്. ഓക്കെ, 75 അറ്റംപ്റ്റ് ചെയ്താണ്. 76 അറ്റംപ്റ്റ് ചെയ്താണ്. 77 നോക്കാം. Which one of the following is an artificial lake? ആർട്ടിഫിഷ്യൽ ലേക്ക് ആണ് ചോദിക്കുന്നത്. ഇതില് ആക്ച്വലി ഈ കൊല്ലയൊരു ഫ്രഷ് വാട്ടർ ലേക്കാണ്. ആർട്ടിഫിഷ്യൽ എല്ലാം അറിയാം. പിന്നെ നൈനിറ്റാളും എല്ലാം അറിയാം. ഈ കൊടൈക്കനാൽ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. പക്ഷെ പോയിട്ടൊന്നും ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് കേട്ടിട്ടില്ല. അത് അവരൊരു കുന്നിന്റെ മുഖത്തുണ്ടായ നാച്ചുറൽ ലേക്കായിട്ട് തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് കൊടൈക്കനാൽ ഒഴിവാക്കി രേണു എടുക്കാണ്. കൊടൈക്കനാൽ ആയിരിക്കില്ല, രേണു ആയിരിക്കും തോന്നാണ്. 77D ആണ് അത്ര കൊടുക്കുന്നത്. 78 ചെയ്തു. 79 നോക്കാം. നെയ്റ്റ് സ്വരാജ്യ. ഡയറക്റ്റ് അറിയില്ല, പക്ഷെ പേര് കിട്ടാൻ നോക്കണം. സ്വരാജ്യ എന്ന് പറഞ്ഞാൽ എന്താ പേര് വെച്ചിട്ട് നോക്കാം. ഹോം റൂൾ ലീഗ്, ഓൾ ഇന്ത്യ ഹോം റൂൾ. അതെ, ഹോം റൂൾ തന്നെയാണ് സ്വരാജ്യം. ഹിന്ദു മഹാസഭ അല്ലായിരിക്കില്ല. സൗത്ത് ഇന്ത്യൻ ലിബറൽ ഫെഡറേഷനേക്കാളും ഈ ഹോം റൂൾ ആണ് സാധ്യത. ദ സെർവൻസ് ഹോം റൂൾ. അപ്പൊ ആ പേര് നിന്നുണ്ട്, ഹോം റൂൾ എന്നുള്ള പേരിന് സ്വരാജ്യം കിട്ടുന്നുണ്ട്. സോ അതിന് പേര് വെച്ചുള്ളതാണ് ലാസ്റ്റ് എടുത്തത്. ഭയങ്കര ഫാക്ച്വൽ കിട്ടുന്നില്ല, പേരിന്റെ ലോജിക്കിന് ക്രാക്ക് ചെയ്യുന്നതാണ്. 79 ആൻസർ ചെയ്യാണ് കൊടുക്കുന്നത്. ഓക്കെ, 80 സ്വാമി ദയാനന്ദ അതൊരു രക്ഷയില്ല. അതൊന്നും കണക്ഷൻ കൊല്ലം കറക്റ്റ് ഒന്നിന്റെ അറിയില്ല. മാത്രമല്ല ക്ലോസ് ആണ് തോന്നുന്നുണ്ട്. 81 അറ്റംപ്റ്റ് ചെയ്തു. 82 അറ്റംപ്റ്റ് ചെയ്തു. 83, 84, 85 ചെയ്തു. 86 നോക്കാണ്. 86 പ്രോസോപ്പിസ് ജൂലിഫ്ലോറ ഓഫൻ മെൻഷൻ ഇൻ ന്യൂസ്. പ്രോസോപ്പിസ് ജൂലിഫ്ലോറ വെച്ചൊരു ഐഡിയ ഇല്ല. അതിലൊരു റിസ്ക് എടുക്കുകയാണ്. ഓഫൻ മെൻഷൻ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ വരുന്ന സാധനം. എന്തായിരിക്കും നോക്കാണ്. ഇറ്റ്സ് എക്സ്ട്രാക്ട് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. കോസ്മെറ്റിക്സ് പ്രൊഡക്ഷനോട് ബന്ധപ്പെട്ട സാധനം ഇടയ്ക്ക് ന്യൂസിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ടൈംസ് റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ലോസ് ആണ്. അത് ന്യൂസിൽ വരാൻ ഇടയ്ക്കിടയ്ക്ക്.
Its extract is used in the synthesis of pesticides. Pesticides synthesis use none of the risk, inherent risk only the often seen in news biodiversity loss it is box. 88. Momentum for change, climate neutral. When there is climate change, offshore organization, IPCC, Intergovernmental Plan of Climate Change Organization, UNEP. UNEP climate change UNFCC climate change the World Meteorological Organization. Climate change monitoring IPCC research organization initiative changes climate change survey so even UNFCC secretary it's the initiatives climate change solve 88 answer C 89, 90, 91, 92, near to 93 ആണ്. 93. Yes, minimum support price. അറിയില്ല minimum support price എന്തൊക്കെ വരുന്നത് അറിയില്ല. ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ കറക്റ്റ് ഫാക്ച്വലായിട്ട് ഏതൊക്കെ വരുന്നത് നോക്കിയിട്ടില്ല. 94 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 95 ചെയ്തിട്ടുണ്ട്. 96 നോക്കാം. 96 ഇത് ഇപ്പോഴും അധികം കൺഫ്യൂഷൻ ആണ്. അത് അറ്റംപ്റ്റ് ചെയ്യുന്നില്ല. 97, 98, 97 നോക്കാം. GST exception ലോജിക്കലി ആലോചിച്ചൊക്കെ കിട്ടുമെന്ന്. എന്തായാലും സെറിയൽ ഗ്രെയിൻസ് ഇതിൽ GST exception ഉണ്ടാവുന്ന സാധ്യത 1 ഉണ്ടെന്നായിരിക്കാം. ചിക്കൻ എഗ് കുക്ക്ഡ് ഇപ്പോൾ പപ്സിനൊക്കെ GST ഒഴിവാക്കി കിട്ടണമല്ലോ. പപ്സ് ഒക്കെ ചിക്കൻ പപ്സ് ഒക്കെ ഉള്ളതല്ല. ഫിഷ് പ്രോസസ്ഡ് ആണ് ക്യാൻറ്റീനൊന്നും GST ഒഴിവാക്കിയിട്ടില്ല. ന്യൂസ് പേപ്പർ കണ്ടല്ല. എനിക്ക് തോന്നുന്നു 4 എന്തായാലും വെട്ടാം. 4 ഉണ്ടാവില്ല തോന്നുന്നുണ്ട്. സോ 1 only ആണെന്ന് തോന്നുന്നു. ഞാൻ ലാസ്റ്റ് ചെയ്യാണ്. സമയമില്ലാത്ത സമയത്ത് ചെയ്യാണ്. 97, 99, 90, 900 3 ചെയ്തു. മൊത്തത്തിൽ ചെയ്യുന്നത് കഴിഞ്ഞാക്കാം. ഈ റൗണ്ടിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 11 മോഡൽ ചെയ്ത് മൊത്തത്തിൽ അറ്റംപ്റ്റ് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, ഒന്നിന്റെ ആൻസർ ബോക്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ആൻസർ ഡോഗ് ആണ്. 3 നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. 4 ബോക്സ് ആണ്. 5A, 6C, 7A, 8D, 8 തെറ്റി. ഓക്കെ, 9C, 10A, 10 തെറ്റി. 11C, 12D, okay, 13A, attempt 14, 15, 16 നോക്കാം. 16A, 17C, 18D, 19A, 20 box, 21 box, 22 box, 23A, 30, 24 box, 25 box, 26D, 27D, 28A, 29A, 30A, 31C, 32A, attempt 33A, okay, 34C, 35B, 36B, okay, 38 box, 39A, 37 box, 38 box, 39A, okay, 40 box, 41C, 42D,
43C, 44 box, 45C, 46 box, 47C, 48C, 49C, 50 dog, 51C, 52C, 53 box, 54A, 30, 55D, 30, 56C, 30, 54A, 30, 55, 55D, 30, 56C, 30, 57C, 58C, 59C, 30, 760D, 61A, okay, 62, 64 box, 65A, 66 box, 67D, 68D, 69C, 70D, 71, 74C, okay, 75C, okay, 76D, okay, 77A, 78C, okay, 79A, okay, 80 box, 81 box, 82, okay, 80 box, 81 box, 82 box, 83 box, okay, 84D, okay, 85A, okay, 86 box, okay, 87D, 88C, 89 box, 90C, 91 box, 92C, 93 box, 94A, 30, 95A, 96 box, 97C, 98A, 99D, 100 box. Okay. അപ്പോൾ നമ്മൾ മൊത്തം ഇത് എഴുതിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എത്രയാണ് മൊത്തം മാർക്ക് എത്ര കിട്ടിയാൽ നോക്കി വെക്കാം. സോ നമ്മുടെ ടോട്ടൽ അറ്റംപ്റ്റ്സ് എത്രയായിരുന്നു? ടോട്ടൽ അറ്റംപ്റ്റ്സ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, എത്ര കുറെ അല്ല നേരത്തെ 82 പറഞ്ഞു. 4, 4, 8, 4, 12, 12, 3, 15, 18, 18, 3, 21, 23, 24, 27, 30, 31, 35, 35, 35, 3, 38, 38, 4, 42, 42, 4, 46, 46, 4, 50, 54, 57, 60, 63, 66, 68, 70, 72, 74, 75, 78, 82 അറ്റംപ്റ്റ് ആണ്. അതിൽ എത്രണ്ണം തെറ്റി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം. 15 എണ്ണം തെറ്റി. 15 തെറ്റിക്കഴിഞ്ഞാൽ എത്രണ്ണം ശരിയായി? 22, 15 കുറയ്ക്കാം. 68 ശരി.
67 ശരി, 67 ശരി, 15 തെറ്റ്. കിട്ടി 134 മൈനസ് 124 മാർക്ക്. അപ്പൊ 124 മാർക്കാണ് കിട്ടിയത്. അതായത് 67 ശരി, 67 ശരി പറയുമ്പോൾ 134 മാർക്ക് വരും അല്ലെ. 130 124 മൈനസ് 10. ഓക്കെ, 124 മാർക്ക് വരും. അപ്പൊ നമുക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. ഇങ്ങനെയാണ് തെറ്റിയത്. ഓക്കെ, അപ്പൊ ഇതാണ് മാർക്ക് കിട്ടിയത്. 124 മാർക്കാണുള്ളത്. ഓക്കെ, സെറ്റ്. അപ്പൊ ഞാൻ ചെയ്തപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. 15 തെറ്റ് വരുത്തിയിട്ടുണ്ട്. ഈ 15 തെറ്റുകൾ വരുത്തുന്നത് പല പല ഇഷ്യൂസ് കാരണമാണ്. അപ്പൊ അത് നമ്മുടെ പ്രിലിംസ് ക്ലിയർ പ്രോഗ്രാമിൽ പറയുന്നതാണ് എന്തൊക്കെ കാരണങ്ങളുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരുത്തുന്നത്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ പേപ്പറിൽ അനലൈസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. ഓരോ റൗണ്ടിലും എത്ര എടുത്ത് നോക്കുക. അപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്തത് ഏകദേശം ഒരു 17 എണ്ണം, സെക്കൻഡ് റൗണ്ടിൽ ഒരു 53 എണ്ണം, പിന്നെ ബാക്കി റിമൈനിങ് ഒരു 10 15 എണ്ണമാണ് അടുത്ത റൗണ്ടിൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഓരോ റൗണ്ടിൽ എത്ര ചെയ്യുന്ന അനാലിസിസ് ഉണ്ടാക്കുക. ഫസ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ കഴിഞ്ഞ പേപ്പറിൽ ഫസ്റ്റ് റൗണ്ടിൽ എത്ര ചെയ്തു, ഈ പേപ്പറിൽ എത്ര ചെയ്തു, അത്തരത്തിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇത് പേപ്പർ കമ്പാരിറ്റീവ്ലി ടഫർ ആയിരുന്നു, അതുകൊണ്ട് അറ്റംപ്റ്റ്സ് കുറഞ്ഞാണ്. ഇതിപ്പോൾ കുറച്ചുകൂടി അറ്റംപ്റ്റ് എടുക്കുകയാണെങ്കിൽ മാർക്ക് പിന്നെയും കുറയും, കാരണം കുറച്ചുകൂടി നെഗറ്റീവ്സ് വരും. അപ്പൊ അത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ തെറ്റിക്കപ്പോൾ നമ്മളെ ചെയ്ത കാര്യം തന്നെയാണ്, ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് തെറ്റിപ്പോകുന്നുണ്ടാവും. ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മയിൽ നിർത്തിയതാണ് തെറ്റുന്നത്. ഇപ്പോൾ എനിക്ക് ഇത് ചെയ്ത സാധനം അറിയാം. കുറെ ക്വസ്റ്റ്യൻ നമ്മൾ ഓർമ്മയിൽ റിഫ്ലക്ട് ചെയ്യാൻ ചെയ്ത് ശ്രമിച്ച ഒരു ക്വസ്റ്റ്യൻ 1-2 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 2 തെറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പേപ്പറിൽ അത് ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ പ്രിലിംസ് കില്ലർ 2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാം. പ്രിലിംസ് കില്ലർ 1ന്റെ ഒരു അത്യാവശ്യം നല്ല റിവ്യൂ അതിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രിലിംസ് കില്ലർ 2 തുടങ്ങിയത്. പിന്നെ മെന്റേഴ്സിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്, എല്ലാവർക്കും പണിക്ക് പോകണം. അതുകൊണ്ട് സീറ്റുകളും വളരെ കുറവാണ്. ഓക്കെ, അത്രയും പറയാനുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്തിട്ട് ബാക്കി നിങ്ങളുടെ അഭിപ്രായം റിവ്യൂ ഒക്കെ പറയാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാണെങ്കിലൊക്കെ പറയാം. ഓക്കെ, സോ താങ്ക് യു.